ഇത്ര നന്മകൾ, ഇത്ര ദാനങ്ങൾ, എണ്ണിയാൽ തീരാത്ത കർത്തൻ കൃപകൾ. ഇത്ര നന്മകൾ, ഇത്ര ദാനങ്ങൾ, എണ്ണിയാൽ തീരാത്ത കർത്തൻ കൃപകൾ. എനിക്കായി പകർന്നതോർക്കുമ്പോൾ എന്താനന്ദം, എനിക്കെന്താനന്ദം. എനിക്കായി യേശു പത്രോസിനെ വിളിച്ചു, യാക്കോബിനെ വിളിച്ചു, യോഹന്നാനെ വിളിച്ചു. എന്തിനാ ഇപ്പൊ വിളിച്ചതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയാനുള്ളൂ, പ്രാർത്ഥിക്കാൻ. ചിലരെ ദൈവം വിളിക്കുക, ഉണർത്തി വിളിക്കുക, എന്നോടുകൂടെ പ്രാർത്ഥിക്കാൻ പോരേണം. എന്നാൽ ഇവിടെ ഇരുന്ന് പോരാ, ഈ ലെവല് പോരാ. ഒരു ഉയർന്ന മലയിലേക്ക് വരണം. ഉയർന്ന മലയുടെ അനുഭവത്തിലേക്ക് വന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന യേശുവിനോട് കൂടെയുള്ള പ്രാർത്ഥനയാണ്. യേശുവിനോട് കൂടെയുള്ള പ്രാർത്ഥനയാണ്. അവിടെ വെച്ചുള്ള പ്രാർത്ഥന, ആ ഒരുമിച്ചുള്ള പ്രാർത്ഥന. ഭൂമിയിൽ 2-3 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് യാചിച്ചാലും ലഭിക്കും, അല്ലേ? ദൈവകൃപ ആവരിക്കുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ഉയർന്ന മലയിലെ പ്രാർത്ഥനയിൽ ദൈവശബ്ദം കേൾക്കാം. ഇന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ ഈ പ്രാർത്ഥനയുടെ ഒരു ഉന്നത തലത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ നാഥാ. യേശു അങ്ങയോടൊപ്പം കർത്താവേ ആത്മ സാന്നിധ്യത്താൽ ഞങ്ങളെ അല്പം ഉയരത്തിലേക്ക് ഒന്ന് കൊണ്ടുവരണമേ. ഞങ്ങളെ അല്പം ഉയരത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇന്ന് ദൈവശബ്ദം കേൾക്കാം. ഗ്ലോറി. എത്ര പേർ വിശ്വസിക്കുന്നു, കർത്താവേ എന്നോടുള്ള ദൈവിക ആലോചന എനിക്ക് കൃത്യമായി കേൾക്കണം. വ്യക്തിപരമായ ഒരു ആലോചന ഇന്ന് കേട്ടിട്ട് വേണം കടന്നു വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് വ്യക്തിപരമായി ദൈവം സംസാരിക്കും. കർത്താവേ എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഹിതം എന്താണെന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കും. അവിടെ ശബ്ദം കേൾക്കുക മാത്രമല്ല, ചിലത് കാണാനുണ്ട്. അതിന്റെ പേരാ ഗ്ലോറി. ദൈവത്തിന്റെ മഹത്വം കാണാം. സാധാരണ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ മഹത്വം കാണുമ്പോൾ ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, പ്രാർത്ഥനയിൽ ദൈവമഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ഈ പ്രാർത്ഥനയിൽ ദൈവമഹത്വം വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. ഒരു നിമിഷം കൂടെ കർത്താവേ അങ്ങയുടെ മഹത്വം ഒന്ന് വെളിപ്പെടണം. ദൈവ മഹത്വം കർത്താവേ എനിക്കൊന്ന് അനുഭവിക്കണം. ദിഗന ധാര ബൗദ്ധ ഗാന യാര ധാര ദീപ വാര ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ദൈവ മഹത്വം വെളിപ്പെടട്ടെ. ദൈവ മഹത്വം വെളിപ്പെടട്ടെ. യഥാർത്ഥ ദർശനം ഒന്ന് കാണട്ടെ. യേശുവിനെ കുറിച്ചുള്ള ദർശനം ഒന്ന് കാണട്ടെ. ഉള്ളങ്ങളിൽ ഒരു പ്രകാശം വ്യാപരിക്കട്ടെ. മോശയും ഏലിയാവും ഒക്കെ എന്തിനാ വരുന്നതെന്ന് ചോദിച്ചാ അവര് ശക്തിപ്പെടുത്താനാ. എന്ന് പറഞ്ഞ പ്രവാചകന്മാര് വരുന്നത് ശക്തിപ്പെടുത്താനാ, ക്ഷീണിച്ചിരിക്കുന്നവന് ബലം കൊടുക്കാനാ, വരാൻ പോകുന്ന ചില കാര്യങ്ങളെ നേരിടുവാനുള്ള ശക്തി പകരാനായി അവരെ ഇറങ്ങി വന്നതാ. അവരെ ഇറങ്ങി വരും. ആവശ്യം നേരത്തെ യേശുവിനെ ശക്തിപ്പെടുത്താൻ ഇറങ്ങി വരും. ദൈവമക്കൾ നമ്മെ ശക്തിപ്പെടുത്തുവാൻ തിരുവചന ദൂതുകൾ എന്ന് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുക. തിരുവചന ദൂതുകൾ എന്ന് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കി ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. ശീമോനെ എന്ന് യേശു വിളിക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? ശീമോൻ ഞാങ്ങണയാ. അങ്ങോട്ടും ആടും ഇങ്ങോട്ടും ആടും. ഈ ഞാങ്ങണെ ദൈവത്തിന് വേണോ? അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നത് ഞാങ്ങണയാ. അപ്പോസ്തലിക ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നത് ഞാങ്ങണയാ. ഞാങ്ങണെ ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണം. ആരെ? പെട്രോസിനെ. പാറക്കഷ്ണമായാൽ അത് എറിയാൻ പറ്റും. അതെറിഞ്ഞാൽ കൊള്ളും, കുത്തുകൊള്ളും. ആ രൂപത്തിലേക്ക് മാറാതെ അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നുമില്ല. നാളുകളായി അധ്വാനിച്ചു, പടകിൽ നോക്കി പടകിലൊന്നുമില്ല. ഈ അവസ്ഥ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? നിന്റെ പടകിനെ നിറയ്ക്കാതെ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകില്ല.
ചില പ്രോസസ്സിലൂടെയാണ് അപ്പോസ്തല ശുശ്രൂഷ ഏൽപ്പിക്കുകയുള്ളൂ. അതിനു മുമ്പ് ഇല്ല. അതിനു മുമ്പ് നിന്നെ ഇവിടെ കർത്താവ് ഒന്നും കൂടെ പറയാനുണ്ട്. ഈ പടകം ഒന്നും കൂടെ നീ മുന്നോട്ട് കൊണ്ടുപോകണം. നീ ഒന്നും കൂടെ മീൻ പിടിക്കാൻ പോകണം. എന്നാൽ ഇപ്പൊ നീ പറയുന്നതെന്നറിയോ? എൻ്റെ പടകം ശൂന്യമാ, ഒന്നുമില്ല. ഞാൻ അധ്വാനിച്ചു, ഇത്രയും നാൾ അധ്വാനിച്ചു, എൻ്റെ പടകിൽ നോക്കിയ ഒന്നുമില്ല, ഒരു ചെറുമീൻ പോലും ഇല്ല. അത് പോട്ടെ, ഇപ്പൊ എന്താ സംഭവിച്ചതെന്നറിയോ? എൻ്റെ വാലയും കൂടെ കീറിയിരിക്കുക. വാല കീറിയിരിക്കുക. അത് നന്നാക്കാനുള്ളത് അത്ര പാടാ. കർത്താവ് പറയാ, നന്നാക്കിയതൊക്കെ ശരിയാ, നീ ഒരു കാര്യം ചെയ്യേ, എൻ്റെ വാക്കിന് നീ വീണ്ടും വലയിറക്ക്. നീ അടങ്ങിയിരിക്കരുത്, നീ വീണ്ടും വലയിറക്ക്. എന്തിനാണെന്നറിയോ? ഇനി നീ വലയിറക്കുമ്പോൾ ഇതുവരെ നീ അധ്വാനിച്ചതല്ല നീ കാണാൻ പോകുന്നത്. നിന്റെ പടക് നിറയാൻ പോവുക. നിന്റെ പടക് നിറയ്ക്കും, നിന്റെ പടക് നിറയ്ക്കും. എന്നിട്ടാണ് നിന്നോടുള്ള ആലോചന പറയാനുള്ളത്. എന്താ ആലോചന പറയാനുള്ളത്? നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും, മനുഷ്യരെ പിടിക്കുന്നവനാക്കും. പക്ഷേ ഇപ്പൊ തന്നെ നിനക്ക് മനുഷ്യരെ പിടിക്കാനാകാൻ പറ്റില്ല. ഞാങ്ങണ മാറി പെട്രോസ് ആവണം, പാറക്കഷ്ണാവണം. പാറക്കഷ്ണമായെങ്കിൽ മാത്രമേ നിന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ നിന്റെ സ്ഥിതി ഒന്നുകൂടെ പറയാം, വീട്ടിലെ സ്ഥിതി പറയാം. എന്താ വീട്ടിലെ സ്ഥിതി എന്നറിയോ? വീട്ടിൽ യേശു ശിഷ്യന്മാരൊക്കെ വരും. ഒരു കൂട്ടായ്മ വെച്ചാൽ അമ്മായിമ്മയും അമ്മായിപ്പനൊക്കെ വന്ന് പണിയണം. അമ്മായിമ്മ ദീനം പിടിച്ച് കിടക്കുമ്പോൾ ശുശ്രൂഷിപ്പാൻ ആളില്ല. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, നീ ചെയ്യണമെന്നറിയോ? നിന്റെ അമ്മായിപ്പനും അമ്മായിമ്മയ്ക്കൊക്കെ വേണ്ടി നീ എന്ത് ചെയ്യണം? യാചിക്കണം, കർത്താവിനോട് യാചിക്കണം. വീട്ടിൽ ചില ശുശ്രൂഷകളൊക്കെ നടക്കണമെങ്കിൽ അവർ വേണം ചെയ്യണമെന്ന സിറ്റുവേഷനാണ്. ദൈവം ഇവിടെ നിന്നൊക്കെ മാറ്റിക്കൊണ്ടുപോകാൻ പോവുക. ചില അനുഭവങ്ങളെല്ലാം ദൈവം മാറ്റാൻ പോവുക. ചില അനുഭവങ്ങളെല്ലാം ദൈവം മാറ്റാൻ പോവുക. അവസ്ഥകൾക്ക് ദൈവം പരിഹാരം വരുത്താൻ പോവുക. ഇതിനെല്ലാം ചേഞ്ച് വരുത്താൻ പോവുക. എന്താ കാര്യം എന്നറിയാമോ? ഇപ്പം നീ പോകുന്ന വഴിക്ക് ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. ചില സമയത്ത് ടാക്സ് കൊടുക്കാൻ ബുദ്ധിമുട്ടും. ആ സമയത്ത് ഒരു ജോലി പോരാ, നീ എന്ത് ചെയ്യണം? പഴയ വല മാത്രം പോരാ, നീ ചൂണ്ടയും കൂടെ എടുക്കേണ്ടി വരും. ഒരു ചൂണ്ടയും കൂടെ നീ എടുക്കേണ്ടി വരും. ഒരു ചെറിയ ചൂണ്ടയും കൂടെ എടുക്കേണ്ടി വരും. കാരണം നീ നിനക്ക് വേണ്ടി ടാക്സ് കൊടുക്കാനും കർത്തൃനാമത്തിന് വേണ്ടി ചില പ്രയോജനപ്പെടണമെങ്കിൽ അല്പം കൂടെ നീ അധ്വാനിക്കേണ്ടി വരും. ചില കാര്യങ്ങൾ കൂടെ നീ അധ്വാനിക്കേണ്ടി വരും. ചില പ്രശ്നങ്ങൾ കൂടെ നിനക്ക് വേണ്ടി വരും. നിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. കാരണം എന്താ അറിയോ? ഈ സിറ്റുവേഷനിൽ പോയാൽ ഒരു പ്രതികൂലം വരുന്ന സമയമുണ്ട്. ഒരു പ്രതികൂലം വരുന്ന സമയമുണ്ട്. ദൈവശബ്ദം കേൾക്കാനില്ലാത്ത, ദൈവിക ഇടപെടൽ കേൾക്കാൻ പറ്റാത്തൊരു സമയം വരുമ്പോൾ ഓടിപ്പോകുന്ന, ഒളിച്ചിരിക്കുന്ന, മാറിപ്പോകുന്ന, തള്ളിപ്പറയുന്ന സിറ്റുവേഷനിൽ നീ അകപ്പെട്ട് പോകാതിരിക്കാൻ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ട്. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കളെ, എന്നെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പാടുകൾ പൂർണ്ണമായി വെളിപ്പെടുത്തി തരണമേ. വീണ്ടും പടകും വലയുമൊക്കെ ആയി പോകുമ്പോൾ, ആഴത്തിലേക്ക് നീങ്ങിയൊക്കെ പോകുമ്പോൾ ഇനിയും നിന്റെ പടകം നിറയ്ക്കുക. ഒന്നല്ല, പലവട്ടം നിറയ്ക്കാൻ പോകുക. ഇതിന് ശേഷമാണ് നിന്നെ നിറയ്ക്കുന്ന, നിന്റെ ഭൗതിക മണ്ഡലം നിറച്ചതിന് ശേഷമേ നിന്നെ ആത്മീക മണ്ഡലത്തിൽ നിറയ്ക്കാൻ പോകുന്നുള്ളൂ. അതിന് നീ കാത്തിരിക്കേണ്ടി വരും. 10 ദിവസം നീ കാത്തിരിക്കേണ്ടി വരും. കാത്തിരിക്കുന്നവരുടെ മേൽ വകരുന്ന ശക്തി നിന്നിൽ വന്നിട്ട് നീ ആള് മാറിയവനെ പോലെയാകും. അന്ന് ഞാങ്ങണയായിരുന്ന പത്രോസ് ഇപ്പൊ ധൈര്യം പൂണ്ട് എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ആയിരങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിപ്പാനുള്ള ശക്തിയോടെ, കൃപയോടെ ഒരു അപ്പോസ്തലിക ശുശ്രൂഷയിൽ, അപ്പോസ്തലിക നേതൃത്വത്തിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രോസസ്സിനൊന്നും പലർക്കും സമയമില്ല. ഈ പ്രോസസ്സിന് വേണ്ടി കാത്തിരിക്കണം. ഇത് ദൈവിക ആലോചനയെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ദൈവാലോചന മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, എന്നെക്കുറിച്ചുള്ള ആലോചന നിറവേറുവാൻ എന്നെ വിളിച്ച വിളിയാലുള്ള ആശ ഇന്നതെന്ന്, അതാ പത്രോസിന് പറയാനുള്ളത്. വിളിയാലുള്ള ആശ ഇന്നതെന്ന് ഒന്ന് വ്യക്തമായി കിട്ടിയാൽ അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. ഞാൻ ഒതുങ്ങിയിരിക്കേണ്ടവനല്ല, ഞാൻ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാട്ടെ. യേശുവിന്റെ നാമം ജയം, യേശുവിന്റെ നാമം ജയം. ഹല്ലേലൂയ. ദാസനെ, യോബ് ഭക്തനാ, നീതിമാനാ, നിഷ്കളങ്കനാ. കർത്താവിന്റെ വേലിയുണ്ട്, വീടിന് ചുറ്റും വേലിയുണ്ട്. എന്നാൽ വേലി എന്നും നിൽക്കുമോ? കർത്താവിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. അനേകരുടെ മധ്യത്തിൽ ഒരു സാക്ഷിയാക്കണം. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ദൈവം വേലി പൊളിക്കാൻ അനുവദിക്കും. വേലി പൊളിച്ചാൽ ശരീരത്തമ്മ തൊടും, ദുഷ്ടം വന്ന ശരീരത്തമ്മ തൊടും, തലമുറയെ തൊട്ടെന്ന് വരും. അവിടം കൊണ്ട് തീരുന്നില്ല കേട്ടോ.
തീയിറക്കി ഇപ്പാ ഗനഗന സ്തോത്രം. സമ്പത്ത് ചിലത് കത്തിപ്പോകുന്ന അനുഭവങ്ങൾ, ചില നന്മയുടെ വഴികൾ അടഞ്ഞുപോയി, പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വേണ്ട പ്രതിസന്ധിയിലാക്കുന്ന പ്രതിസന്ധികളൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഭയപ്പെടേണ്ട. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും തള്ളിപ്പറയാത്തൊരു വിശ്വാസവും ഒരു പ്രത്യാശയും കൊണ്ട് നടക്കുന്ന ഭക്തന് വേണ്ടി എന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട് ഇരട്ടി നന്മ ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചു കൊള്ളുക. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഭാരപ്പെടേണ്ട. എന്ത് നഷ്ടപ്പെട്ടാലും എന്തെല്ലാം വന്നാലും എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും വരുന്നില്ല. എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും വരുന്നില്ല. ആ സമയത്ത് വേണ്ടുന്നത് പ്രാർത്ഥന മാത്രം. ചിലർക്ക് വേണ്ടിയുള്ള മുട്ടുമടക്കിയുള്ള പ്രാർത്ഥന, സ്വന്തം വിഷയങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റു പലർക്ക് വേണ്ടി, സ്നേഹിതന്മാർക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സ്ഥിതിയിൽ ഒരു മാറ്റം വരുത്തി ഈ കണ്ട കാലത്തെക്കാളൊക്കെ ഉപരിയായി ചില നന്മകളുടെ കാട്ടിയെ ഹല്ലേലൂയ ദിവമാരാരവ സന്തനാരവ രാജനാരയ ദീപം വനൂത്തനാരഹ സന്തനാരവ വികലനാരവ ഉടാജനാരയ. ദൈവകൃപ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് ജയത്തിന്റെ ദിവസമാണ്, ഇന്ന് വിടലിന്റെ ദിവസമാണ്, ഇന്ന് നന്മയുടെ ദിവസമാണ്. ദൈവശബ്ദം നമ്മെ കേൾപ്പിക്കുന്ന ദിവസമാണ്. വിശ്വാസത്തോടെ തിരുവചനങ്ങൾ ഭാഗങ്ങൾ വായിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വേദപുസ്തകം തുറക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യം വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 43. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ അധികം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടന്നു. ഇത് സഭയുടെ ഒരു ലക്ഷണമാണ്. അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ അധ്യായം 8-ാം വാക്യം വായിച്ചാട്ടെ. അനന്തര സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും സ്തോത്രം. ദൈവസഭ എന്ന് പറഞ്ഞാൽ ആദിമ നൂറ്റാണ്ടിലെ അനുഭവം പോലെ ആകണമെന്ന് നമ്മൾ പാടുമ്പോൾ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള ദൂരം എന്താ അറിയാമോ? ദൈവസഭയിൽ അത്ഭുതങ്ങളും നടക്കണം, അടയാളങ്ങളും നടക്കണം. അത് എങ്ങനെയാണ് നടക്കണമെന്ന് ചോദിച്ചാൽ അന്ന് പറയുന്നത് ഇങ്ങനെയാണ്: സ്തെഫാനോസ് ദൈവകൃപയും പരിശുദ്ധാത്മ ശക്തിയും നിറഞ്ഞവനായി അത്ഭുതങ്ങളും ഏറെ അടയാളങ്ങളൊക്കെ ചെയ്തു. പരിശുദ്ധാത്മ ശക്തി നിറയണം, ദൈവകൃപ നിറഞ്ഞാൽ ദൈവമക്കളെ നമ്മളെ കൊണ്ട് ദൈവം അത്ഭുതങ്ങളും അടയാളം ചെയ്യിക്കുന്നു. പാത്രം കഴുകി നടന്ന ചിലരെ ദൈവം വിളിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നതെന്ന് അറിയോ? ഈ കൃപയും ശക്തിയും നിറഞ്ഞാൽ ഏതവസ്ഥയിൽ നിന്നും ദൈവം മാറ്റും. നേരത്തെ കേട്ടതുപോലെ ഞാങ്ങനെയാണെങ്കിലും കൃപയും ശക്തിയും നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടാ, പിന്നെ ദൈവകൃപയുടെ വലിയ വ്യാപാര. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയോ? പരാജയ. അതിനു മുമ്പ് എപ്പോൾ ചാടി പുറപ്പെട്ടാലും പരാജയ. അപ്പോൾ ഇടയ്ക്ക് കർത്താവ് പറയുന്നുണ്ട്, ശിമോനോട് പറയുന്നുണ്ട്, പത്രോസിനോട് പറയുന്നുണ്ട്, പോ സാത്താനെ എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ ശിമോനും കർത്താവിനും പിശാചൻ ഭൂതം എന്ന് വിളിച്ചിട്ടുണ്ട്. കടലുമ നടന്നു വരുന്നതുകൊണ്ടപ്പോൾ പറയാണ് ഭൂതം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവില്ലാത്ത ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് മാറി യഥാർത്ഥ വെളിപ്പാടിലേക്ക് വരണം. യഥാർത്ഥ വെളിപ്പാടിലേക്ക് വരുന്നത് എങ്ങനെയാ? കൃപയും ശക്തി നിറയുമ്പോഴാ. അപ്പൊ നമ്മൾ വിചാരിച്ചു കൃപയും ശക്തി നിറഞ്ഞവരുടെ എണ്ണം എന്ന് കാണാനില്ല. അല്പം കൃപയുണ്ടെന്ന്, അല്പശക്തിയുണ്ട്. നിനക്ക് ശക്തി ഉണ്ടെന്ന് പറയുന്നുള്ളൂ, ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും ചത്തവനാകുന്നു എന്ന് പറയുന്നതാണ് ദൈവസഭയിൽ ഇന്നത്തെ സിറ്റുവേഷൻ അതാ. എന്നാൽ കൃപ നിറയണം, ശക്തി നിറയണം. ഇത് നിറഞ്ഞു വന്നെങ്കിൽ മാത്രമേ അത്ഭുതങ്ങളും നടക്കുകയുള്ളൂ, അടയാളങ്ങളും നടക്കുകയുള്ളൂ. അപ്പൊ കർത്താവേ, ഇനി ഒരു വഴിയില്ലേ? എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കണം, എൻ്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം നടക്കണം. കർത്താവേ, എനിക്ക് അത്ഭുതം കണ്ടേ പറ്റൂ. ഞാൻ വിളിച്ചു പറയട്ടെ, കൃപയും ശക്തി ഉള്ളവരൊന്നും ഇല്ലെങ്കിലും വിശ്വസിക്കുന്നവർക്ക് ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യാറുണ്ട്.
യേശുവിനെ കുറിച്ചുള്ളൊരു വസ്തുത ഒരു സ്ത്രീ കേട്ടു. അവളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം അവൾ ആഗ്രഹിക്കുന്നുണ്ട്. 12 സംവത്സരമായിട്ട് രക്തസ്രാവം കൊണ്ട് അവൾ നടക്കുക, വൈദ്യന്മാരാൽ ഏറി ഒന്ന് സഹിച്ചിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവളൊന്ന് കേട്ടത്, യേശുവിനെ കുറിച്ചുള്ള വസ്തുത കേട്ടത്. യേശുവിനെ തൊട്ടവരൊക്കെ സൗഖ്യമാകുന്നുണ്ട്, ഒരു വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും തൊട്ടാൽ സൗഖ്യമാകുന്നുള്ള വാർത്തയൊക്കെ അവൾ കേൾക്കുകയാണ്. അവൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ മനസ്സിലൊന്ന് പറഞ്ഞു, അവളുടെ വിശ്വാസം വ്യാപരിച്ചു. ആ വിശ്വാസം അവൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ ഉള്ളം കൊണ്ട് പറയുക. അവിടെ കൊണ്ട് നിൽക്കരുത്, നീ ഉള്ളം കൊണ്ട് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കരുത്. നീ അല്പം മുന്നോട്ട് പോകണം. വിശ്വാസത്തിൽ ഒന്നുകൂടെ മുന്നോട്ട് പോയേ, വിശ്വാസത്തിൽ ഒന്നുകൂടെ മുന്നോട്ട് പോയേ. ഞാനത് വിശദീകരിക്കാൻ പോവുക. വിശ്വാസത്തിൽ ഒന്നുകൂടെ മുന്നോട്ട് പോയേ. ഓ, സ്തേഫാനോസ് വരണമെന്നില്ല, പത്രോസ് വരണമെന്നില്ല, ആരും വരണമെന്നില്ല. നീയൊന്ന് മുന്നോട്ട് പോയേ. എവിടേക്കെത്തണം? യേശുവിൻ്റെ അടുത്തെത്തി. വസ്ത്രത്തിന് തൊങ്ങലൊന്ന് തൊട്ടെ. ഉടനടി ശക്തി കുറപ്പെട്ടു. നിനക്ക് ശക്തിയില്ല, നിനക്ക് ബലമില്ല, നീ ക്ഷയിച്ചിരിക്കുകയാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കാന്നുള്ളത് നീ ബലഹീനയായിരിക്കുക. പക്ഷെ നീ ഒന്ന് തൊട്ടാൽ നിന്നിലേക്ക് ശക്തി പകരപ്പെടും. നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവകൃപ ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? കർത്താവേ, ഇന്നൊരു സ്പർശനത്തിലൂടെ, ഒരു സ്വർഗീയ സ്പർശനത്തിലൂടെ ദൈവശക്തി ഏറ്റെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഇന്ന് സ്വർഗീയ സ്പർശനം അനുഭവിക്കാൻ പോകുകയാണ്. വിശ്വാസത്താൽ ഒരു സ്വർഗീയ സ്പർശനത്തിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ. ഗ്ലോറി. ദൈവികമായ സ്പർശനം കർത്താവ് തരുമ്പോ ബാധ ഒഴിഞ്ഞു, സ്വസ്ഥയായി. അവളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്നു. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ദൈവസഭയുടെ അടയാളം അത്ഭുതമൊക്കെയാണ്. ദൈവസഭയുടെ അടയാളമാണ്. എന്താ കാരണം? നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച സങ്കീർത്തനത്തിലെ വാക്യമുണ്ട്, 77 സങ്കീർത്തനം 14 വാക്യം. നീ അത്ഭുതം പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവം ആരാ? അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാ. അങ്ങനെയാണെങ്കിൽ കർത്താവ് വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ കർത്താവ് സ്തേഫാനോസിനൊന്നും കൊണ്ടുവരാൻ ഇപ്പൊ കഴിയില്ല. അപ്പോസ്തലന്മാരൊന്നും കൃപയും ശക്തിയും നിറഞ്ഞവരൊന്നും കാണാനില്ല നാഥാ. കർത്താവ്, എന്നാലും എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 10 കാര്യങ്ങൾ ചെയ്താൽ മതി. നിന്റെ വീട്ടിൽ അത്ഭുതം നടക്കും, നമ്മുടെ സഭയിൽ അത്ഭുതം നടക്കും, വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതം നടക്കും, തലമുറയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. വായിക്കാം, ഏതൊക്കെ കാര്യങ്ങളാണെന്ന് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 3:5. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. മതി. യോശുവ പറയാ, നാളെ നിങ്ങളുടെ ഇടയിൽ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ നാളെ എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവേ, നാളെ ഞങ്ങളുടെ സഭയിൽ ഒരു അത്ഭുതം നടക്കണം. നാളത്തെ വിശുദ്ധ സഭായോഗത്തിൽ നമ്മുടെ സഭയിൽ അത്ഭുതം നടക്കണം. എന്തു വേണം? നിങ്ങളെ തന്നെ, ഒറ്റ കാര്യം, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചാൽ നാളെ അത്ഭുതം നടക്കാൻ പോവുക. എന്തിനാ ഈ ഉപവാസ പ്രാർത്ഥന വെച്ചിരിക്കുന്നത്? മറ്റൊന്നിനു വേണ്ടിയല്ല, ഒരു ശുദ്ധീകരണ പ്രാർത്ഥനയാണ്. എത്ര പേർ മനസ്സിലാക്കുന്നു? കർത്താവേ, ഒരു ശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് ശുദ്ധീകരണം പ്രാപിച്ചാൽ നാളെ അത്ഭുതം. നീ പ്രാപിച്ചാൽ നാളെ അത്ഭുതം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു ശുദ്ധീകരണത്തിന്റെ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരിക്കും. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. എന്തത്ഭുതം ചെയ്യാൻ പോണെന്ന് അറിയാമോ? അതുകൂടെ പറഞ്ഞേക്കാം. യോർദാനെ പിരിക്കുന്ന അത്ഭുതം, യെരിഹോ മതിലിനെ തകർക്കുന്ന അത്ഭുതം, ഇതൊക്കെ നടക്കണമെങ്കിൽ ദൈവമക്കൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. നമ്മുടെ മുന്നിലെ തടസ്സങ്ങളെ മാറ്റുവാൻ, നമ്മുടെ മുന്നിലെ തടസ്സങ്ങൾ മാറി പുതുവഴി തുറക്കുന്നത് കാണണമെങ്കിൽ നാം ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ടാൽ മതി. നാളെ അത്ഭുതം നടക്കും. ഇന്ന് ശുദ്ധീകരണം നടന്നാൽ നാളെ അത്ഭുതം നടക്കും. ഇത്ര ഫാസ്റ്റായിട്ട് അത്ഭുതം നടക്കാൻ വേറെ ഒന്നും വേണ്ടെന്ന് പറയുന്നത്. എന്താ കാരണം എന്നറിയോ? ഈ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നുകൂടെ സന്തോഷം തോന്നി. അവിടെ യോശുവ പറയുന്നുണ്ട്, നാളെ എന്താ ചെയ്യാമെന്ന് അറിയോ? പുരോഹിതന്മാർ പെട്ടകം എടുക്കുന്ന ദിവസമാണ്. നടക്കുന്ന ദിവസമാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ ക്രിസ്തുവിനെ ഉയർത്തുന്ന ദിവസമാണ്. ഒരു ആരാധനയിൽ നമ്മൾ എന്നും കാണുന്നത് എന്താണ്? ദൈവദാസന്മാർ ക്രിസ്തുവിനെ ഉയർത്തുന്നു. പെട്ടകമായ ക്രിസ്തുവിനെ ഉയർത്തി അവർ മുന്നോട്ട് നടക്കുമ്പോൾ എത്ര പേർ അവർ പിന്നാലെ നടക്കാൻ തയ്യാറുണ്ട്? ആ വചനത്തിനൊപ്പം നടക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? നിന്റെ മുന്നിൽ യോർദാൻ വറ്റി മാറുന്നതും യെരിഹോ മതിലുകൾ ഇടിഞ്ഞു മാറുന്നതും ദൈവമക്കളെ നിങ്ങൾ കാണും. നാളെ തന്നെ കാണും. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നത് എവിടുന്നാ? ഹല്ലേലൂയ. കർത്താവിനെ ഉയർത്തി മുന്നോട്ട് പോകുന്നവരുടെ പിന്നാലെ തീർന്ന് മുന്നോട്ട് പോകും.
ദൈവനാമത്തിന്റെ ശക്തി. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം, എന്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം എന്ന് ഉയർത്തി പറയുമ്പോൾ വിശ്വാസത്തോടെ ഒരടി മുന്നോട്ട് നടക്ക്. അവരുടെ ഒപ്പം ഒന്ന് നടക്ക്. ഗ്ലോറി ഗ്ലോറി. അവരുടെ ഉള്ളംകാലി ചവിട്ടാൻ പോവുക. ദൈവദാസന്മാരെ എന്ത് ചെയ്യാണ്? പെട്ടകം ചുമലില്ലേ എന്ത് എന്ന് പറഞ്ഞാൽ കർത്താവിനെ ഉയർത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോവുക. എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? വിശ്വാസത്താൽ മുന്നോട്ട് കൊണ്ടുപോവുക. വിശ്വാസത്തിന്റെ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ പ്രതികൂലങ്ങളില്ലെന്ന്, അവിടെ വെള്ളപ്പൊക്കമില്ലെന്ന്, അവിടുന്ന് ദൈവം നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ വഴികളെ കാണുവാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവമക്കളെ, നാളെ ഇന്ന് ശുദ്ധീകരണം പ്രാപിച്ച നാളെ അത്ഭുതം നടക്കും. എല്ലാ പ്രതികൂലങ്ങളും മാറ്റും. ഒന്ന് ഓർത്തേ, ഇപ്പൊ തന്നെ ഓർത്തോളണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പ്രതികൂലം ഏത് ഭാഗത്താണ്? എൻ്റെ തലമുറയുടെ ജീവിതത്തിൽ എവിടെയാ പ്രതികൂലം നിൽക്കുന്നത്? ഓർത്തോളണം. കർത്താവേ, ആ യോർദാൻ, ഒന്നുകൂടെ പറഞ്ഞാൽ മരണ യോർദാനെ മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് വേനൽക്കാലമായാലും മഴക്കാലമായാലും നിറഞ്ഞു കവിയുന്ന അനുഭവമാണ് എന്ന് പറഞ്ഞാൽ ഒരു സമയവും സ്വസ്ഥതയില്ലാത്തതാ. ഒരു സമയം വഴിയില്ലാത്ത വിധത്തിൽ അടഞ്ഞിരിക്കുന്ന പ്രതിസന്ധിയാണ് മുന്നിലുള്ളത്. എന്നാൽ എൻ്റെ കർത്താവ് പറയുക, ഇന്ന് ശുദ്ധീകരിക്കപ്പെട്ടാൽ നാളെ അത്ഭുതം കാണാൻ പോവുക. ഈ വലിയ അത്ഭുതങ്ങൾക്ക് വേണ്ടി എത്ര പേര് ഒരുങ്ങാൻ തയ്യാറുണ്ട്? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം വായിക്കാനായിട്ട് താല്പര്യമുണ്ട്. രണ്ടാമത്തത് നമുക്ക് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ജോബ് ചാപ്റ്റർ 37:14. അത്ഭുതം നടക്കണമെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം? ഇതൊക്കെ നമ്മുടെ ചിന്തയിൽ പോയിരിക്കുക. അത്ഭുതമൊന്നും ഇനി നടക്കില്ല. അത് അന്ന് അപ്പോസ്തലിക കാലഘട്ടത്തിലാണ്. പലരും പറഞ്ഞു വെച്ചത് കേട്ടിരിക്കുക. അല്ല, എൻ്റെ ജീവിതത്തിൽ എത്രയോ അത്ഭുതം നടന്നു എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചേ. ഒന്നും കൂടെ പറഞ്ഞാൽ, ഇവിടെ ചിന്തിക്കാൻ പറഞ്ഞതെന്ന് അറിയോ? ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ചിന്തിക്കേ. യോർദാൻ വെറ്റിച്ചതും ചെങ്കടൽ മാറ്റിയതും ചെങ്കടൽ വഴി മാറിയതും എല്ലാം നിങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങി. നിങ്ങൾ ചിന്തിക്കേണ്ട മുഴുവൻ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് മുഴുവൻ നിങ്ങൾ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിളിച്ചു പറയാം, ധൈര്യത്തോടെ വിളിച്ചു പറയാം, ദൈവിക വാഗ്ദത്ത വചനങ്ങൾ അത് സത്യമാകയാൽ നമ്മുടെ ജീവിതത്തിന്റെ അത്ഭുതം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും. ചിന്തയൊന്ന് മാറ്റി. എൻ്റെ ഇതൊന്നും ആരും നടക്കാൻ പോകുന്നില്ല, എനിക്ക് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ആരെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, കൃപയുള്ളവരൊന്നും ആരെയും കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തയെ കൊണ്ട് നടക്കുന്ന നെഗറ്റീവ് തോട്ട്സുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് പോസിറ്റീവായിട്ട് പറഞ്ഞേ. എന്തിനാ? എൻ്റെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം, അതിശയം ചെയ്യുന്ന ദൈവം. എൻ്റെ ദൈവം കുരുടിന് കാഴ്ച കൊടുത്തിട്ടുണ്ടെങ്കിൽ, കുട്ടന്മാർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ടെങ്കിൽ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ടെങ്കിൽ, രക്തസ്രാവം നിർത്തിയിട്ടുണ്ടെങ്കിൽ, പാനി ഭേദമാക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. കാനാവിലെ വീട്ടിലെ പോരായ്മ നികത്തിയ ദൈവം. ഹല്ലേലൂയ. വീട്ടിലെ പോരായ്മകൾ നികത്താൻ കഴിയുന്ന ദൈവം. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന ദൈവം. ഇതെല്ലാം ഒന്ന് ചിന്തിച്ചേ. ഇതെല്ലാം യാഥാർത്ഥ്യമാ, ഇതെല്ലാം സത്യമാ. ഈ സത്യവചനങ്ങൾക്കായി ഞാൻ സ്തോത്രം എന്ന് പറഞ്ഞ് ചിന്താമണ്ഡലത്തിൽ പറഞ്ഞിട്ട് അത്ഭുതം. ഞാൻ നാളുകളായി പ്രസംഗിക്കാൻ തുടങ്ങി. അത്ഭുതത്തെ കുറിച്ച് എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. കർത്താവ് പറയുന്നത് ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സഭയിൽ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവസഭ അനേകരുടെ മധ്യ ഒരു മാതൃകയാവാൻ പോവുക. ദൈവസഭയിലെ അത്ഭുതങ്ങൾ എല്ലാ ദിവസവും, എല്ലാ ഞായറാഴ്ച അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. എത്ര പേർ വിശ്വാസത്തോടെ പറയും? പ്രവചനാത്മാവിനെ വിളിച്ചു പറയട്ടെ. എല്ലാ ആഴ്ചയും സാക്ഷി പറയാൻ ചിലർ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുക. അത്ഭുതം നടന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കാത്ത വിധത്തിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. എങ്ങനെയാ സാധിക്കുന്നത്? ഹല്ലേലൂയ. 1 ശുദ്ധീകരണം, 2 നിന്റെ ചിന്തയിലൊരു മാറ്റം, 3 സങ്കീർത്തനം 77:11. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. അപ്പൊ ചിന്തിച്ചാൽ മാത്രം പോരാ, പണ്ടത്തെ അത്ഭുതങ്ങളെ ഓർക്കണം. റിമെമ്പർ ചെയ്യണം. ഏതാ? ഓൾഡ് വണ്ടേഴ്സിനെ കുറിച്ചൊക്കെ ഒന്ന് റിമെമ്പർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് നടന്ന അത്ഭുതങ്ങളെ കുറിച്ച് ഓർക്കണം. ഇവിടെ ഞാൻ പറയട്ടെ, ഏതാ ഓർക്കേണ്ടതെന്ന് അറിയോ? കാനാവിലെ കല്യാണ വീടൊന്നുമല്ല ഓർക്കേണ്ടത്. എൻ്റെ നിന്റെ ജീവിതത്തിലൊക്കെ ദൈവം അത്ഭുതം ചെയ്തിട്ടുണ്ട്. ബാല്യം മുതൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ പറയാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലൊക്കെ ചെയ്തിരിക്കുന്നത് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ, എൻ്റെ ആരോഗ്യപരമായ കാര്യത്തിൽ, എല്ലാ മേഖലയിലും അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. പലതും ഞാൻ പല സമയത്തും ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവർത്തനമായി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാത്തത്. എനിക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി നിയമം മാറ്റി എഴുതി തന്നിട്ടുണ്ട്. ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി എനിക്ക് വേണ്ടി നിയമം മാറ്റി എഴുതി തന്നിട്ടുണ്ട്. അത്ഭുതം ചെയ്ത ദൈവത്തെക്കുറിച്ച് ഞാൻ ഇന്ന് സാക്ഷി പറയാൻ എനിക്ക് ശക്തിയുണ്ട്. കാരണം എന്താ? ഇതെല്ലാം നീ ഒന്ന് ഓർക്കണം.
അത് അന്ന് ഒരു പ്രാവശ്യം ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. എൻ്റെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ദൈവമാണ്. അവ ഇന്നലെയും ഇന്നും എന്നേക്കും. ഇന്നലെ അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും ചെയ്യും, ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ ചെയ്യും. ഒരു മാറ്റവും ഇല്ല. എൻ്റെ ദൈവം കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും ചെയ്യുവാൻ വിശ്വസ്തനാകയാൽ അതെന്ന് ഓർത്ത് നന്ദി പറഞ്ഞാട്ടെ. എത്ര അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. കൃപയിലേക്ക് വന്ന അന്ന് തൊട്ട് അത്ഭുതങ്ങളുടെ പെരുമഴയല്ലായിരുന്നു. എത്ര അത്ഭുതം അല്ലേ. ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, ചില വർഷങ്ങൾക്ക് മുമ്പാ നമ്മുടെ പാസ്റ്റർക്ക് ഒരു ഫുഡ് പോയ്സൺ വന്നത്. സത്യത്തിൽ നമ്മൾ നിസ്സാരമായി കാണുന്ന വിധത്തിലല്ലായിരുന്നു ആ പ്രശ്നം പോയത്. അന്ന് ആയുസിനോട് വെല്ലുവിളിച്ച ചില വാദങ്ങളുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അറിയാമായിരുന്നു എന്നാ സ്ഥിതിയിലേക്ക് കൊണ്ടുപോയെന്നറിയാമോ. എന്നാൽ ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിച്ചപ്പോൾ ഒരു അത്ഭുതം നടന്നതാ. ഇല്ലെങ്കിൽ അവിടുന്ന് മടങ്ങി വരില്ലായിരുന്നു. എഴുന്നേൽപ്പിച്ച ദൈവകൃപയെ ഓർത്ത് ദൈവമക്കളെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒന്ന് എണ്ണി പറഞ്ഞേ. അച്ചായൻ പറയാനുണ്ട് അല്ലേ, ദൈവം ചെയ്ത അത്ഭുതം ഒന്ന് നോക്കിയേ. തക്ക സമയത്ത് എത്ര പ്രാവശ്യം വിടുവിച്ചു. ഇനിയും വിടുവിക്കാൻ ശക്തനാന്ന് പറഞ്ഞാട്ടെ. ഒന്ന് പറഞ്ഞാട്ടെ, ഇനിയും വിടുവിക്കാൻ ശക്തനാ. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഇനിയും വിടുവിക്കാൻ ശക്തനാ. ദൈവദാസന് ഇനിയും വിടുവിക്കാൻ ശക്തനാ. ഓ പ്രതിസന്ധിയുള്ള മതിൽ ഇനിയും വിടുവിക്കാൻ ശക്തനാ. ദൈവസഭ കഴകോർത്ത് പറയുക, ഇനിയും വിടുവിക്കാൻ ശക്തനാ. പ്രതിസന്ധികൾ ഉണ്ടാക്കുവാൻ, ഭാരം ഉണ്ടാക്കുവാൻ, ക്ലേശം ഉണ്ടാക്കുവാൻ ദുഷ്ടം പോരാടുമ്പോൾ ദൈവകൃപ ദൈവമക്കൾ വ്യക്തിപരമായി ഏറ്റെടുക്കണം. എങ്ങനെ ഏറ്റെടുക്കണം? പഴയ കാര്യങ്ങൾ ഓർക്കണം. ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, പണ്ടത്തെ അത്ഭുതങ്ങളെ ഒന്ന് ഓർക്കണം. പണ്ടത്തെ അത്ഭുതങ്ങളെ ഓർത്താൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവം വിശ്വസ്തനാ. ഗ്ലോറി. 4-ാമത്തത് വായിക്കാം, 106 സങ്കീർത്തനം 7-ാം വാക്യം. 106:7. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. മതി. അപ്പോ അവിടെ പറയാണ് അത്ഭുതങ്ങളെ കുറിച്ചൊന്ന് ഗ്രഹിക്കണം. അവർക്ക് പറ്റിയൊരു പരാജയം പറയാ, അത്ഭുതങ്ങളെ ഗ്രഹിച്ചില്ല. എന്നിട്ടും ദൈവം അവർക്ക് നന്മയൊക്കെ ചെയ്തു, ശരിയാ. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ അറിയോ? അത്ഭുതങ്ങളെ കുറിച്ചൊന്ന് ഗ്രഹിക്കാനുണ്ട്, ഒന്ന് പഠിക്കാനുണ്ട്. അത്ഭുതങ്ങളെ കുറിച്ച് കർത്താവ് ചെയ്തത് എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതമാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ അത്ഭുതം നടന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ എന്താകും? എത്ര അപകടങ്ങൾ മുന്നിൽ കൂടെ പോയി. ഞാൻ ഒരു കാരണവശാലും ഇവിടെ നിൽക്കാൻ പറ്റുമെന്നല്ല, അത്രമാത്രം അപകടങ്ങൾ ഞാൻ പെട്ടിട്ടുള്ളവനാ. വാഹനാപകടങ്ങളെ ഒരു പരമ്പരയെ തന്നെ ഞാൻ പെട്ടുപോയിട്ടുണ്ട്. എന്നാൽ അവയിൽ നിന്ന് എല്ലാവരും ദൈവം എന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന് ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. കർത്താവെ അത് ഞാൻ ഗ്രഹിക്കുകയാണ്. കർത്താവെ അങ്ങയുടെ നാമമഹത്വമാണ് വെളിപ്പെടുത്തേണ്ടത്, മറ്റൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കേണ്ടത്. കർത്താവെ എന്തിനു വേണ്ടി എനിക്ക് അത്ഭുതം ചെയ്തു എന്നൊന്നും നീ ഒന്ന് ആഗ്രഹിക്കേണ്ടത്. എന്തിനാ ജീവിതത്തിൽ അത്ഭുതം ചെയ്തേ? സ്തോത്രം. എന്തിനാ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത്? ഹല്ലേലൂയ. ദൈവനാമത്തെ ഉയർത്താൻ, സഹോദരന്മാരോട് കീർത്തിപ്പാൻ അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത്. ഇത് ഗ്രഹിക്കണം. ചെയ്തോ വല്ലതും പറഞ്ഞോ? സാക്ഷ്യം പറയാറുണ്ടോ? നമ്മളും അവനായിട്ടിരിക്കുക. ദൈവം എത്രയോ അത്ഭുതം ചെയ്തു. പണ്ടത്തെ കാര്യമാണെന്നേ പറയാനുള്ളത്. പക്ഷെ ഒന്ന് പറഞ്ഞേക്കണം, ഇടയ്ക്ക് നീ ഒന്ന് ഓർത്ത് പറയണം. എന്താ കാര്യം എന്നറിയോ? നീ ഗ്രഹിക്കുമ്പോൾ നീ പറഞ്ഞു പോകും. ഗ്രഹിക്കാത്തോണ്ടാണ് നീ മിണ്ടാത്തത്. അന്ന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഭൂമുഖത്ത് പോലും കാണില്ലായിരുന്നു. എൻ്റെ തലമുറ കഷ്ടം അനുഭവിച്ചേനെ, ക്ലേശം അനുഭവിച്ചേനെ, നിന്ന അനുഭവിച്ചേനെ, പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയേനെ. അവിടെ നിന്ന് ദൈവം കരപിടിച്ച് നടത്തിയത് ദൈവനാമത്തെ ഉയർത്താനാ. എന്നിട്ട് ഞാൻ മൗനമായിരുന്നാൽ അത് ശരിയല്ല. സഭാമധ്യം എനിക്ക് കീർത്തിക്കണം, സഹോദരന്മാരുടെ മധ്യത്തിൽ എനിക്ക് പറയണം. ദൈവനാമത്തെ എനിക്ക് ഉയർത്തിയേ പറ്റുള്ളൂ. ഇത് ഗ്രഹിക്കണം. ദൈവം എന്തിനാ നിനക്കൊക്കെ കാടയിറച്ചി തന്നേ? വെള്ളം എന്തിനാ തന്നേന്ന്? തടലൊക്കെ തന്ന് കൊണ്ടുപോയത് എന്തിനാ? ഞാനത് വായിക്കുമ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അവർ ചെരുപ്പ് തേഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദേവദാസൻ ഒരിക്കൽ പ്രസംഗിക്കുമ്പോൾ കേട്ടു, തകശുതോലുകൊണ്ട് ഉള്ള ചെരുപ്പിട്ടുകൊണ്ടാണ് തേയാഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു ദേവദാസൻ പ്രസംഗിച്ച് കേട്ടു. തകശുതോലിൻ്റെ ഗുണമെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഏത് തോലാണെങ്കിലും തേഞ്ഞു പോകും. പിന്നെ ആ ദേവദാസൻ പറഞ്ഞു, ഇവർ തകശുതോലെ സമാപന കൂടാരം പണിയാൻ വേണ്ടി മാറ്റിവെച്ചതുകൊണ്ട് ആ തോല് പിന്നെ ഉപയോഗിക്കാൻ അവർക്ക് ആവശ്യം വരാതെ വണ്ണം ദൈവം ചെയ്തതാന്നൊക്കെ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് ചെരുപ്പ് തേയാതിരിക്കണമെങ്കിൽ ഒരു വഴിയുള്ളൂ, നടക്കാതിരിക്കണം. ചെരുപ്പിട്ട് നടന്നാൽ തേയും. പിന്നെ ഇസ്രായേൽ മക്കൾ ചെരുപ്പ് തേയാതിന് കാരണം അറിയോ? കർത്താവരെ ഉള്ളം കയ്യിൽ വഹിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മെ വഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചെരുപ്പ് തേയാത്തത്. ഗ്ലോറി. അവൻ എന്നെ ഉള്ളം കയ്യിൽ
നമ്മുടെ കയ്യിൽ ഉള്ള കയ്യിൽ വരച്ച് കൊണ്ടു നടക്കുന്നത് എന്തിനാണെന്നറിയോ? നിന്റെ ചെരുപ്പ് തയ്യാതിരിക്കാനാ എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലായോ? നിന്റെ നടപ്പ് മരുവും ചൂടില്ല. ആ ചൂടറിയാതെ നീ ഇപ്പം നടന്നതിന് കാരണം അറിയോ? ചൂടറിയാതെ നടന്നതിന് കാരണം അറിയോ? നമ്മെ വഹിച്ച കാര്യങ്ങളുണ്ട്, നിന്നെ വഹിക്കുന്ന കാര്യങ്ങളുണ്ട്. തിരുക്കരത്താൽ വഹിച്ചു എന്നെ, തിരുഹിതം പോലെ എന്നെ നടത്തി. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഇരുന്ന് നമ്മെ നടത്തിയതെങ്ങനെ? അവന്റെ കരങ്ങളിൽ വഹിച്ചതാ. ഞാനതാ വിശ്വസിക്കുന്നത്. എന്നെ കരങ്ങളിൽ വഹിച്ചോണ്ടാ ചൂടറിയാതെ നടന്നത്. ഇതുവരെ മരുഭൂമിയുടെ ചൂടറിയാതെ നടന്നത്, എൻ്റെ കാലിന് വരിക്ക് പറ്റാതെ നടന്നത്, കർത്താവെ കുഴഞ്ഞു പോകാതെ ഇരുന്നതിന് കാരണം നീ എന്നെ എടുത്തു വഹിച്ചതാ. പാട്ടിലൊക്കെ പാടുന്ന കേട്ടിട്ടില്ലേ? എങ്ങനെ പാടുന്നേ? പ്രതികൂലം വന്ന സമയത്ത് ഞാൻ അവൻ കരങ്ങളിലാണെന്നാ പാടുന്നത്. ഞാൻ അവരെങ്കിലും കരങ്ങളില്ല. തിരിച്ചറിഞ്ഞ ഭക്തന്മാർ പറയുക, ഞാൻ ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അവൻ്റെ കരങ്ങളിൽ ഇരുന്നോണ്ടാ, അല്ലാതെ എൻ്റെ ചെരുപ്പിൻ്റെ ഗുണം കൊണ്ടല്ലെന്ന്. ഹല്ലേലൂയ. ഞാൻ 4 സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ ദൈവം രക്ഷിച്ചതൊന്നുമല്ല. ദൈവം നിന്നോട് കാരണം കാണിച്ച് നിന്നെ എടുത്തുകൊണ്ട് നടന്നതാ. ഗ്ലോറി. അതൊക്കെ ഒന്ന് ഗ്രഹിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം. 119 സങ്കീർത്തനം 18 വാക്യം വായിക്കാം. 119:18. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. അപ്പോ 5ാമത് പറയാനുള്ള കാര്യം, ഒരു പ്രാർത്ഥനയും കൂടെ വേണം. അപ്പോൾ ചിന്തിച്ചു, ശുദ്ധീകരിച്ചു, അതേപോലെ പണ്ടത്തെ കാര്യങ്ങളെ ഓർത്തു, അത്ഭുതങ്ങളെ ഗ്രഹിച്ചു. 5ാമത് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ ഒന്ന് എന്ന് പറഞ്ഞാൽ അകക്കണ്ണ് തുറന്നൊന്ന് കാണണം. കാരണം ഇതിനകത്ത് നിറച്ച അത്ഭുതം എന്ന് പറയണം. ഇതിലെ അത്ഭുതങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് വേറെന്താണെന്നറിയോ? വാക്തത്വമൊക്കെ നമ്മുടെ അവകാശമാണ്. വാക്തത്വമൊക്കെ അത്ഭുതമായിട്ട് കാണണം. വാക്തത്വങ്ങളെല്ലാം ഒരു അത്ഭുതം അവകാശമായിട്ട് കാണണം. എൻ്റെ ജീവിതത്തിൽ നടക്കാനുള്ള വാക്തത്വം ഇങ്ങനെയാന്ന് പറയണം. ഒരു വാക്യം കേൾക്കുമ്പോൾ പറയണം, അത് എന്നോടുള്ള ദൂതാ. ഇത് മനസ്സിലാക്കിയിട്ട് അതൊന്ന് കാണാൻ പറ്റണം. എങ്ങനെ കാണുന്നേ? അകക്കണ്ണ് തുറന്നാൽ കാണാൻ പറ്റുമെന്ന്. അകക്കണ്ണ് തുറന്നൊരു മനുഷ്യൻ കണ്ടത് എന്താണെന്നറിയോ? വന്ന പ്രതികൂലം മുഴുവൻ മല ചുറ്റും നിറഞ്ഞു നിൽക്കുക. മനസ്സിലായി? മലയുടെ ചുറ്റും താഴ്വാരം മുഴുവൻ സൈന്യം വന്ന് നിറഞ്ഞു നിൽക്കുക. ഈ പട്ടാളവും സൈന്യമൊക്കെ വന്ന് നിൽക്കുമ്പോൾ ദൈവദാസൻ പ്രാർത്ഥിച്ചു, ഇവൻ്റെ ദാസന്റെ കണ്ണൊന്ന് തുറക്കണേ എന്ന് പറഞ്ഞു. ആ തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ, അവരോട് കൂടെയുള്ളേക്കാൾ കൂടുതൽ ആൾക്കാർ ആരുടെ കൂടെയാ? നമുക്കൊരു ദോഷവും വരില്ല. ഇത് കാണാൻ പറ്റിയ നമ്മുടെ പ്രതിസന്ധി മാറി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദൃശ്യമണ്ഡലത്തിലല്ല, അദൃശ്യമണ്ഡലത്തിലെ ദൈവിക കരുതൽ കാണാൻ കർത്താവേ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറന്നു തന്നാൽ എൻ്റെ ധൈര്യം വീണ്ടും തിരിച്ചു വരും. ഞാൻ ധൈര്യഹീനനായി പോകില്ല, ഞാൻ ഭയപ്പെടുകയില്ല, പ്രതികൂലങ്ങളുടെ മധ്യ ഞാൻ പതറുകയില്ല. അയ്യോ, ഞാൻ ചിന്തിച്ചപ്പോൾ നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ പറയുന്നത് മിനിമം 2 ദൂതന്മാരുണ്ടെന്നാ അല്ലേ? 2 ദൂതന്മാർ, കാവൽ മാലാഖമാർ. ഈ അടുത്തിടെ പുതിയൊരു വെർഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മാസ്റ്റർ കേട്ട് കാണുമായിരിക്കും ചിലപ്പോൾ. അതായത് എൻ്റെ കാവൽ മാലാഖമാരെ ഇടത്തും വലത്ത് നിൽക്കുക. അപ്പോൾ ഒരു സഹോദരിക്ക് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് താല്പര്യം വന്നു. ഞാനാണെങ്കിൽ സ്ഥലത്തില്ല. ഓസ്ട്രേലിയയിലിരിക്കുന്ന സഹോദരിയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റാണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ദൂതൻ, എൻ്റെ കാവൽ മാലാഖ ഇവിടുന്ന് ഒരു പോക്ക് പോയി ആ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഒരു രൂപത്തിൽ അവിടെ ചെന്നൊന്ന് പ്രാർത്ഥിച്ചു. സഹോദരി വിളിച്ചും കേട്ട് ഫോണിൽ പറഞ്ഞു എന്നൊക്കെ പറയുന്ന പുതിയ കഥകളൊക്കെ കേട്ടോണ്ടിരിക്കുക. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമുക്കറിഞ്ഞൂടെ, പുസ്തകത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ കാണേണ്ട അതൊന്നുമല്ല, നമ്മുടെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ദൂതന്മാരെ ഒന്ന് കാണാൻ പറ്റട്ടെ. ഡ്യൂപ്ലിക്കേറ്റ് പോകണമെന്നൊന്നുമില്ല. ഡ്യൂപ്ലിക്കേറ്റ് പോയി പ്രാർത്ഥിച്ചെങ്കിൽ ആയിക്കോട്ടെ, എനിക്കതിന് വിരോധമില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കുക, അതിനേക്കാളും വലിയ കാര്യം എന്താ അറിയോ? നമ്മോട് പുസ്തകത്തിൽ പറയുന്നതെന്ന് അറിയോ? നമുക്ക് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നു. അവർ കാണുക എന്നല്ല പറഞ്ഞത്, നമ്മൾ തന്നെ കാണാൻ വന്ന് പോവുക. നമുക്ക് കാണാൻ പറ്റും. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ന്യായപ്രമാണത്തിലെ ഈ പുസ്തകത്തിലെ അത്ഭുതങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി എൻ്റെ കണ്ണുകളൊക്കെ ഒന്ന് തുറന്നു തരണമേ. കർത്താവ്, ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ കർത്താവ്, ഞാൻ വിശ്വസിക്കുന്നു ഇത് സത്യമാണല്ലോ, ഇത് സത്യവചനം എന്നല്ലേ ഇതിൻ്റെ പേര്? സത്യപുസ്തകമല്ലേ? സത്യപുസ്തകമാകയാൽ, ഇതിൽ എഴുതിയിരിക്കുന്ന സത്യമാകയാൽ കർത്താവേ, എനിക്ക് കണ്ണു തുറന്ന് എൻ്റെ അദൃശ്യമണ്ഡലത്തിൽ എൻ്റെ ചുറ്റുമുള്ള ദൈവിക കരുതലൊന്ന് കാണണം. തലമുറ അറക്കാൻ വേണ്ടി വാള് വാങ്ങി നിൽക്കുന്ന അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞെന്താ അറിയോ? നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാമെന്നാ പറഞ്ഞു. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. കുരുക്കിപ്പെട്ട് കിടക്കുന്ന നിനക്ക് വേണ്ടിയുള്ള കരുതൽ അവിടെ കിടക്കുന്നുണ്ട്, തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്.
ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതൽ അവിടെ കരുതി വെച്ചിട്ടുണ്ട്. നീ ഒന്ന് കാണണ്ടേ. തലമുറയ്ക്ക് വേണ്ടി എന്ത് കരുതലാണ് ദൈവം കരുതി വെച്ചെന്നൊന്ന് കാണണ്ടേ. കർത്താവ് കരുതി വെച്ച കരുതലൊന്ന് കാണണ്ടേ. അവനെ കുരുതി കൊടുക്കാനുള്ളതല്ല, അവനെ ചാരമാക്കാനുള്ളതല്ല. അവന് വേണ്ടി ദൈവം കരുതിയത് കുരുക്കിക്കെട്ടി കിടക്കുന്ന ഓരോണത്തെ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ദിവസം ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ. കുരുക്കിപ്പെട്ട് കിടക്കുന്നേ, ദൈവം കുരുക്കിയിട്ടിരിക്കുക, എങ്ങോട്ടും പോയിട്ടില്ല. അത് അവന് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാ. അവനെ കുരുതി കൊടുക്കാനുള്ളതല്ല, അവനെ വീണ്ടെടുക്കാനുള്ളതാ, അവനെ ഉദ്ധരിക്കാനുള്ളത്. ഒന്ന് വിശ്വാസം കണ്ടോണ്ടെന്ന് കണ്ടേ, അത്ഭുതം കണ്ടോണ്ടെന്ന് കണ്ടേ. ഈ ദിവസം വെളിപ്പെട്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേ. ഇത് ആദ്യത്തെ പ്രാർത്ഥനയാ കേട്ടോ. ഓ സ്വത്രം. ഞാൻ പറയാൻ പോകുന്ന 10 കാര്യത്തിലെ 1ാമത്തെ പ്രാർത്ഥനയാ. മറ്റേ ചിന്തിച്ചു ഗ്രഹിച്ചു പല കാര്യങ്ങൾ പറഞ്ഞു. 1ാമത്തെ പ്രാർത്ഥന കണ്ണു തുറക്കാൻ പറയണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലത് വെളിപ്പെടാൻ പോവുക. ആ പ്രാർത്ഥനയിൽ ദൈവം കണ്ണു തുറക്കും. ഇനി ഒന്നും കൂടെ ഞാൻ പറയാം. ലേയുടെ കണ്ണിന് ഒരു ശോഭ കുറവ് ആയിരുന്നു. അതുകൊണ്ട് യാക്കോബിന് ഇഷ്ടമില്ലായിരുന്നു, ഒരു ഇഷ്ടക്കുറവ്, കണ്ണിന് ശോഭ. ഞാൻ പറയാറുണ്ട്, അവള് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. കണ്ണിന് ശോഭ കുറവാണെങ്കിലും കണ്ണൊന്ന് ദൈവം പ്രകാശിപ്പിച്ചാൽ, ഈ ശോഭയൊക്കെ ഒന്ന് കുറവുള്ളതുകൊണ്ട് പ്രകാശിപ്പിക്കാൻ പോവുക. അപ്പോൾ പ്രിയന് നിന്നോടൊരു ഇഷ്ടം കൂടും. അടച്ചതൊക്കെ തുറക്കും, അടഞ്ഞതെല്ലാം തുറക്കും. നിന്നെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. നിന്റെ ഉദരത്തിൽ നിന്ന് യഹൂദ പുറപ്പെടും. ഒന്നും കൂടെ പറഞ്ഞ സ്തുതി പുറപ്പെടുത്തക്ക വിധത്തില്, നിന്റെ ദുഃഖം മാറ്റി സ്തുതി പുറപ്പെടുത്തക്ക വിധത്തില് മങ്ങിയ കണ്ണിന്മേൽ ദൈവം പ്രകാശം പകരാൻ പോകുക. ആ പ്രകാശം ഹല്ലേലൂയ നീ കാണും, നിന്റെ പ്രിയനെ കാണും. ഓ ഹല്ലേലൂയ, പ്രിയന്റെ സ്നേഹത്തിലേക്ക് നീ എത്തും. ആ വലിയ സ്നേഹത്തിലേക്ക് എത്തണമെങ്കിലും ഈ കണ്ണൊന്ന് പ്രകാശിക്കണം. കർത്താവേ, എൻ്റെ കണ്ണുകളെ ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. 6ാമത്തത് വായിക്കാം. 107ാമത്തെ സംഖ്യത്തിന് 8ാമത്തെ വാക്യം വായിക്കാം. ഒരാൾക്ക് 15ാമത്തെ വാക്യം വായിക്കാം. 107:15. ഒരാളെ 8 വായിക്കാം. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. 15 വായിച്ചോ. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. 21 വായിച്ചോ. അത് തന്നെ. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. 31 വായിച്ചോ. അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. 27 വായിച്ചോ. അവർ മത്തനെ പോലെ തുള്ളി. 37 ആയിരിക്കും. 37. അവർ അപ്പൊ തുടർമാനമായിട്ട് ആവർത്തിച്ച് പറയുന്നത്, ഞാൻ റെഫറൻസ് ചെയ്ത് തെറ്റിയിട്ട് കാണാം. അവിടെ പറയുന്നത് എന്താ? ദൈവം ചെയ്ത ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. മനുഷ്യപുത്രന്മാർ ചെയ്ത നന്മയെ ചൊല്ലിയും അത്ഭുതങ്ങളെ ചൊല്ലിയും. അപ്പൊ അടുത്ത പരിപാടി എന്താ ചെയ്യുന്നത് അറിയോ? പ്രൈസ് ചെയ്യണം, സ്തുതിക്കാൻ തുടങ്ങണം. ദൈവം ചെയ്ത നന്മയെ കുറിച്ച് അങ്ങ് ചൊല്ലി സ്തുതി തുടങ്ങണം. അത്ഭുതം നടക്കണോ? വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതം നടക്കണോ? എന്താ ചെയ്യണ്ടേ? 6ാമത്തെ കാര്യം, അങ്ങ് സ്തുതിക്കണം. അത് എത്ര പ്രാവശ്യം സ്തുതിക്കണം? ഞാനിപ്പോൾ കുറേ പ്രാവശ്യം വായിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം സ്തുതിച്ചാൽ പോരാന്ന് അർത്ഥം. സ്തുതി എപ്പോഴും എൻ്റെ നാവുമേ ഇരിക്കണം. എപ്പോഴും നാവുമേ ഇരിക്കേണ്ട കാര്യമാണ്. എന്താ സ്തുതിക്കേണ്ടത്? ദൈവം ചെയ്ത നന്മകളെ കുറിച്ച്. എൻ്റെ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്തിനാ മറക്കരുതെന്ന് പറഞ്ഞേ? ഇത് നന്മയെ ചൊല്ലി നിങ്ങൾ എന്ത് ചെയ്യണം? സ്തുതിച്ചോണ്ടിരിക്കണം. എത്ര പ്രാവശ്യം സ്തുതിക്കണം? ഞാൻ പറയുന്നത് ആവർത്തിച്ച് സ്തുതിക്കണം. ഒരു 5 വട്ടം സ്തുതിക്കണം. ഒരു 10 വട്ടം സ്തുതിക്കണം. ഹല്ലേലൂയ. ഇത് ആവർത്തിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിക്കാമോ? ഇതൊരു പരമാർത്ഥമല്ലേ? ദൈവത്തെ സ്തുതിക്കാത്തവർക്ക് വേണ്ടി അത്ഭുതം ദൈവം ചെയ്യാൻ പോകുന്നുണ്ടോ? എത്ര നന്മ ചെയ്തിട്ടും അതിന് നന്ദിയില്ലാത്തവർക്ക് വേണ്ടി ദൈവം വീണ്ടും ചെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ലെന്നേ. നീ നന്ദിയുള്ളവരായി തീർന്നാൽ എന്താ കൊലോസ്യലേഖനം പറയുന്നത്? നിങ്ങൾ നന്ദിയുള്ളവരായും ഇരിപ്പിൻ. നന്ദിയുള്ളവരായിരിക്കണം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ വചനം ഐശ്വര്യമായി നിന്നാൽ മാത്രം പോരാ, നിങ്ങൾ നന്ദിയുള്ളവരായും ഇരിക്കണം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും ദൈവത്തിന് പാടിയും ഇങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് ഐശ്വര്യമായി നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നന്ദിയോടെ ദൈവത്തിന് സ്തുതി പാടി ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. എന്തിനാ സ്തുതിക്കുന്നത്? തിരുസാന്നിധ്യം ഇറങ്ങി വരും. സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം ഇറങ്ങി വരും. അവൻ വന്നിട്ട് എന്തെങ്കിലും വിഷയം കണ്ടിട്ട് കാണാതെ പോവോ? അത്ഭുതം നടന്നിരിക്കും. നയിലിലെ വിധവയുടെ മകൻ വരുമ്പോൾ നമ്മൾ കണ്ടു. യേശു നടന്ന് അവിടെ ചെന്നപ്പോൾ കണ്ടു. ആ കരച്ചിൽ കണ്ടിട്ട് ദൈവം മറികടന്ന് പോയില്ല.
അവനെ എഴുന്നേൽപ്പിച്ചു. വേറെ ഒന്നും അവിടെ നടന്നിട്ടില്ല. കാരണം അവനൊന്ന് വന്നാൽ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തെ സ്തുതിച്ചാൽ ദൈവം ഇറങ്ങി വരും. മറ്റൊന്ന് പറയും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും, എങ്ങനെ കഷ്ടങ്ങളിലെ ഏറ്റവും അടുത്ത തുണയാവുന്നത്? നമ്മുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകും. കഷ്ടം വരുമ്പോൾ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്ന സമയത്ത് കർത്താവ് ഒരു കാര്യം ചെയ്യും. ഒരു പദ്ധതിയുണ്ട്. ആര് കണ്ണുനീരൊഴുക്കിയാലും എൻ്റെ കർത്താവ് ഒരു കാര്യം ചെയ്യും, ഒരു തുരുത്തിയായിട്ട് വരുന്നുണ്ട്. ഒരു കാലത്ത് ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. കണ്ണുനീർ കാണുമ്പോൾ തുരുത്തിയായിട്ട് വരുന്നത് അല്ലേ? അത് പിഴിഞ്ഞെടുക്കുകയാണ്. ആ തുരുത്തിയിലേക്ക് ആ കണ്ണുനീരെല്ലാം ശേഖരിച്ച് വയ്ക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഓരോരുത്തർക്കും ഒരു തുരുത്തി വെച്ചിട്ടുണ്ട്. ആ കണ്ണുനീര് കണ്ടാൽ അവൻ ഇറങ്ങി വരും. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഇവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തെ സ്തുതിക്കണം. സ്തുതിച്ചാൽ അത്ഭുതം നടക്കും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ അത്ഭുതം നടക്കണോ? എൻ്റെ വീട്ടിൽ സ്തുതി ഉണ്ടായിരിക്കണം. സ്തുതിക്കാതെ അത്ഭുതം നടക്കില്ല. കൃപയും ശക്തിയും ഒന്നും നിറഞ്ഞില്ലേ പോലും സ്തുതി നിറഞ്ഞാൽ അത്ഭുതം നടക്കും. സ്തുതി നിറയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആദരങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ സ്തുതി നിറയ്ക്കാൻ പറ്റും. എൻ്റെ വായ് മൗനമായിരുന്നാൽ ഇന്ന് സ്തുതി പാടാൻ പറ്റില്ല. എത്ര വേദന എടുത്താലും എത്ര കഷ്ടമെടുത്താലും എനിക്ക് എൻ്റെ ദൈവത്തെ ഒന്ന് സ്തുതിക്കണമെന്ന് തോന്നിയാൽ ദൈവം ശക്തിപ്പെടുത്തുന്ന ദൈവമാ. ഒച്ചയില്ലാതിരുന്നത് രാവിലെ വാ തുറക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞിരുന്നാൽ ആ സമയമാകുമ്പോൾ ദൈവം വാ തുറന്നു തരും. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാൻ ദൈവം സഹായിക്കും. ആ വാക്തത്വം പറഞ്ഞ് പ്രാർത്ഥിച്ചു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം. എന്നാൽ എൻ്റെ ആത്മാവിനെ നിറയ്ക്കുമെന്ന് പറഞ്ഞു. ആത്മാവിന് ശക്തി നിറയുന്നത് ഞാൻ അനുഭവിച്ചു. ആത്മശക്തി വന്ന് നിറയുന്നത് ഞാൻ അനുഭവിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, സ്തുതി വന്ന് നിറയട്ടെ. 119:27 വായിച്ചാട്ടെ. 119:27. അടുത്ത പരിപാടി ധ്യാനിക്കണം. മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിന്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതാണ് അല്ലേ? തക്ക കാലത്ത് ഇല വാടില്ല. ആരുടെ? ഫലം കായ്ക്കുകയും ചെയ്യും. നീ വാടുകയേ വേണ്ട. നീ ആറ്റരികത്ത് നട്ടതാ. എന്താ കാരണം? നീ ധ്യാനിക്കുക. എപ്പോഴെങ്ങനെ ധ്യാനിക്കണം? രാപ്പകൽ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം. ഒന്ന് രാവിലെ ധ്യാനിക്കണം, ഒന്ന് വൈകിട്ട് ധ്യാനിക്കണം. രാപ്പകൽ എന്ന് കണ്ടിന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് എന്നർത്ഥം. ഇടവിടാതെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്താ ധ്യാനിക്കേണ്ടത്? ന്യായപ്രമാണങ്ങളുടെ വഴി ഗ്രഹിപ്പിക്കണമെന്ന് പറഞ്ഞുള്ള രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. അതൊന്നുകൂടെ വായിച്ചാൽ ഒന്നുകൂടെ വായിച്ചാൽ രണ്ടാമത്തെ പ്രാർത്ഥനയാണ്. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. ഈ അത്ഭുതം ധ്യാനിക്കാൻ എളുപ്പം കൊണ്ട് നടക്കില്ല. ധ്യാനിപ്പിക്കാമെന്ന് പാസ്റ്റർമാർ വന്ന് ധ്യാന വിഷയം കൊണ്ടുവന്ന് പറയുമ്പോഴേ നമുക്ക് ധ്യാനം വരണുള്ളൂ. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, ധ്യാനം വരണമെങ്കിൽ, എൻ്റെ ധ്യാനത്തെങ്കിലും ഒന്ന് തീ കത്തണമെങ്കിൽ, നാവെടുത്ത് ഞാൻ സംസാരിക്കണമെങ്കിൽ, നാവെടുത്ത് സംസാരിക്കത്തക്ക വേണം ധ്യാനത്തെങ്കിൽ തീ കത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഒരു പ്രാർത്ഥന വേണം. രണ്ടാമത്തെ പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? രണ്ടാമത്തെ പ്രാർത്ഥന പ്രമാണങ്ങളുടെ വഴി. പ്രമാണങ്ങളുടെ ഒരു വഴിയുണ്ടെന്ന്. അതേതാ ഈ വഴി? മോശ പറഞ്ഞു, ജനെല്ലാം പറയുന്നത് അത്ഭുതം കാണണം എന്ന് പറയുന്നു. വെള്ളം വേണം, അപ്പം വേണം, മാംസം വേണം, ഇതൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോശ ഇതൊന്നും പ്രാർത്ഥിക്കുന്നില്ല. കായ്പം മാറണമെന്നും പ്രാർത്ഥിക്കണില്ല. ഇതൊന്നും മോശയുടെ ആവശ്യമല്ലേ, ഒക്കെ ജനത്തിൻ്റെ ആവശ്യമാണ്. മോശ പറയുന്നത് എന്താ അറിയോ? നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിന്റെ വഴി എന്നെ. അതെന്താ വഴി അറിയിക്കണം എന്ന് പറഞ്ഞ് മനസ്സിലാകുന്നില്ല. ശരിക്ക് പറഞ്ഞാൽ കനാനിലേക്ക് പോകാൻ വേണ്ടി ചെങ്കടൽ വഴിക്ക് പോകേണ്ട ഒരു കാര്യമില്ല. രഥം ഓടുന്ന വഴിയുണ്ട്. രഥം ഓടുന്ന നാഷണൽ ഹൈവേ ഉണ്ട്. ആ ഹൈവേ കൂടെ അല്ലേ ജോസഫ് അയച്ച രഥം വന്നത്? ആ രഥം വന്നിട്ട് യാക്കോവിനെ കൂട്ടിക്കൊണ്ടുപോയ നാഷണൽ ഹൈവേ ഉണ്ട്. അതിൽ കൂടെ അവർ ഈ രഥങ്ങളെല്ലാം കൂടെ പോയ ഹൈവേ വഴി കിടക്കുന്നുണ്ട്. വേണ്ടി വന്ന മാക്സിമം വന്ന ഒരു ആഴ്ചയുടെ എത്താവുന്ന ദൂരമുള്ളൂ. പക്ഷെ മനസ്സിലാകുന്നില്ല, എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നതെന്ന്. കർത്താവ് പറഞ്ഞതറിയോ? നിന്നെ ആ വഴി കൂടെ കൊണ്ടുപോയാൽ നീ യുദ്ധമൊക്കെ കണ്ടിട്ട് പകുതി വഴിയിൽ എത്തുമോ? നിനക്ക് ട്രെയിനിങ് ഇല്ല. പ്രതിസന്ധികളെ തരണം ചെയ്തുള്ള ട്രെയിനിങ് ഇല്ല. അതിനുവേണ്ടി ഞാൻ കൊണ്ടുപോയി നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. അത് നീ കാണുക, അത് നീ ഗ്രഹിക്കുക, നിന്നെ നടത്തുന്ന വിധങ്ങൾ നീ മനസ്സിലാക്കുക. കാരണം നീ ഇവിടുന്ന് ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നീ പിന്നെ അധ്വാനിച്ചു തുടങ്ങണം. നീ സ്വന്തമായി അധ്വാനിച്ച് കൃഷി ചെയ്ത് ഫലം കിട്ടണമെങ്കിൽ ചിലപ്പോൾ 1 വർഷം കാത്തിരിക്കണം. ഈ വർഷം വരെ നിനക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇതൊക്കെ നിനക്കൊന്ന് ഗ്രഹിക്കാതെ നീ ഓടിപ്പടഞ്ഞങ്ങ് ചെന്നു, വല്ലൊരു ദേശത്ത് ചെന്ന് കയറി. അവിടെ ചെന്ന് നിനക്ക് ഭക്ഷിക്കാനൊന്നുമില്ല. പണ്ട് കൊടുക്കാൻ ഫറവോൻ്റെ ചില
അല്ലേ, ചുറ്റുള്ളിയും ചീരുള്ളിയൊക്കെ ആയിട്ട് ചിലതൊക്കെ കിട്ടുമായിരുന്നു. ഇതൊന്നും തരാൻ ആരുമില്ല. നീ എന്തായിത്തീരും എന്നുള്ള വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ദൈവത്തിന് ചില പദ്ധതികളും കാര്യങ്ങളുണ്ട്. ഇതൊന്ന് ഗ്രഹിച്ചാൽ പ്രശ്നം തീർന്നു. ഇത് ഗ്രഹിക്കാൻ വേണ്ടി വഴി എന്നോട് പറഞ്ഞു തരണം, കർത്താവ് എങ്ങനെ വഴി. അപ്പോൾ കർത്താവ് മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുക, ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി കനാൻ നാട്ടിൽ കൊണ്ടെത്തിക്കും. കനാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്തോത്രം, അവിടെ ചെന്ന് ആദ്യത്തെ കൃഷിഫലം കിട്ടുന്നവരെ നിനക്ക് വേണ്ടുന്ന മന്ന പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ പദ്ധതികൾ എത്ര വലുതാ. ഇല്ലെങ്കിൽ മരുഭൂമി കൂടെ നടക്കുമ്പോൾ നമ്മൾ ക്ഷീണിച്ചു പോവില്ലേ, നമ്മൾ ക്ലേശിച്ചു പോവില്ലേ. കർത്താവേ, ഈ പ്രമാണങ്ങളുടെ വഴി എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ട അത്ഭുതം നടക്കണം എന്ന് പറഞ്ഞ്, ജീവിതത്തിൽ അത്ഭുതം നടക്കണം എന്ന് പറഞ്ഞ് ഒരു അത്ഭുതം നടക്കണം എന്നല്ല പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, അത്ഭുതം കാണാനുള്ള കണ്ണ് തുറക്കണം എന്ന് പ്രാർത്ഥിച്ച്, രണ്ടാമത്തെ പ്രാർത്ഥന ഒന്ന് ശ്രദ്ധിച്ച് വഴി പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. യഹോവ സൗമ്യതയുള്ളവർക്ക് അവൻ്റെ വഴി, സൗമ്യതയുള്ളവർക്ക് വഴി പഠിപ്പിച്ചു കൊടുക്കും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കർത്താവ് എന്താ 2 ക്ലാസ് പഠിപ്പിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവം കർത്താവ് നമ്മളെ വിളിച്ചിട്ട് 2 ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. എന്താ 2 ക്ലാസ്? ആ 2 ക്ലാസ് പാസ്സാവാതെ കർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാവുന്നു, എന്നോട് ചേർന്ന് പഠിച്ചു കൊള്ളുക, എന്നോട് ചേർന്ന് പഠിക്കണം. കർത്താവിനോട് ചേർന്ന് പഠിക്കേണ്ട 2 ക്ലാസ്. ഏതാ 2 ക്ലാസ്? സൗമ്യത, താഴ്മ. ഇത് രണ്ടും പഠിക്കാതെ ഈ നുകയേക്കാനൊന്നും പറ്റില്ല. നുകയേക്കുന്നവർക്ക് അല്ലേ, സുസുടയ്ക്ക് വരുമ്പോൾ നമ്മളെ ദൈവം പഠിപ്പിച്ചത് വേറെ 2 ക്ലാസ്സൊന്നുമല്ല, സൗമ്യതയും താഴ്മയും. ഇത് പഠിപ്പിച്ച മുഖം വെച്ച് തരുന്നത്, ഇത് പഠിപ്പിച്ചിട്ടല്ലാതെ മുഖം വെച്ച് തരില്ല. ദൈവ കർത്തൃവേലയ്ക്ക് ഇറങ്ങുമ്പോൾ തോറും നമ്മൾ സൗമ്യതയും താഴ്മയും പഠിപ്പിച്ച് തന്നേ പറ്റൂ. അതിനു വേണ്ടി ചേർന്നിരുന്ന് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ മാത്രമാണ് ഈ നുക ഏറ്റിട്ട് എന്നോട് ചേർന്ന് പഠിക്കണം, കർത്താവിനോട് ചേർന്ന് പഠിക്കണം. എങ്കിലും നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ ആശ്വാസം കിട്ടുള്ളൂ. ഈ കർത്തനാമത്തിൽ നടന്നാൽ കിട്ടുന്ന നിധി എന്താന്ന് ചോദിച്ചാൽ ആത്മാവിൻ്റെ ഉള്ളിൽ ഇറങ്ങി വരുന്ന ആശ്വാസമുണ്ട്. അത് ലോകമനുഷ്യർക്ക് അറിയില്ല. അത് ഒരു പ്രാവശ്യം കിട്ടിയ, ഒറ്റ പ്രാവശ്യം ആത്മാവിൽ ഇറങ്ങി വരുന്ന ആശ്വാസം അനുഭവിച്ചവരുണ്ടെങ്കിൽ അവർ ഒരിക്കലും വേറൊരു സ്ഥലത്തേക്കും പോവില്ല. അവിടെ പോയി തല മൊട്ടയടിച്ച് ഒന്ന് ഉരുണ്ട് കഴിഞ്ഞാൽ അത്ഭുതം നടക്കുന്നു പറഞ്ഞാൽ അവിടേക്ക് ഓടിപ്പോവില്ല. കാരണം എന്താ അറിയോ? ഇവൻ്റെ ഉള്ളിൽ കിട്ടേണ്ടത് കിട്ടി. അവിടെ പറയുന്ന കർത്താവ് പറയുന്നത്, ഞാൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ നിങ്ങളെല്ലാവരും കിടന്ന് അധ്വാനിക്കുക. എല്ലാവരും കിടന്ന് ഭാരം ചുമക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഈ ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നിനും വേണ്ടിയല്ല മനുഷ്യൻ കിടന്ന് അധ്വാനിക്കുന്നത്. മനുഷ്യൻ കിടന്ന് അധ്വാനിക്കുന്നതും ഭാരം ചുമക്കുന്നതും എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നിനും വേണ്ടിയല്ല. ഇല്ലെങ്കിൽ ആരെയും കിടന്ന് അധ്വാനിക്കുന്നത്? ഈ മനസ്സിൻ്റെ ഉള്ളിലിറങ്ങാന്നുള്ളൊരു ആശ്വാസമുണ്ട്, ആത്മാവിലിറങ്ങി വരുന്നൊരു ആശ്വാസം. സാധാരണ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞോടുകൂടി എനിക്കൊരു ആശ്വാസമായിട്ടോ, ആശ്വാസമല്ല, ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നൊരു ആശ്വാസമുണ്ട്. ഇത് ദൈവമക്കൾ അനുഭവിക്കുന്നവരാ. ഇത് ഞാൻ പറയാറുണ്ട്, ബൈബിള് തെറ്റാന്ന് പറഞ്ഞാലും ഞാൻ ഇത് ചേർത്ത് പിടിച്ച് ദൈവത്തെ സ്തുതിക്കും. കാരണം എന്താ, ഇത് അനുഭവിച്ചുകൊണ്ട് പറയുക. ഈ ആശ്വാസം ഇറങ്ങി വന്നത് അനുഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് അത്ഭുതം നടന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊന്നും ഓടില്ല. എൻ്റെ ദൈവം തന്നെ ആശ്വാസത്തെക്കാൾ വലിയ അത്ഭുതം ഒന്നും എനിക്ക് വേണ്ട. ഇതാ ദൈവത്തിൻ്റെ വഴി. അവൻ പഠിപ്പിക്കുന്ന കാര്യം ഇതാ. ഇതൊക്കെ ഗ്രഹിച്ചാൽ നമ്മൾ പറയും, കർത്താവേ, അത്ഭുതത്തെക്കാൾ ഉപരി എനിക്ക് ഇതൊക്കെ വേണമെന്ന് പറയും. അതെന്താ അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? എന്താ ബൈബിളിൻ്റെ വ്യവസ്ഥ എന്ന് പറയും? ഒന്നും കൂടെ ഗ്രഹിക്കാനുണ്ട്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അതോടുകൂടെയൊക്കെ കിട്ടുന്നു. ആദ്യം മുമ്പേ രാജ്യവും നീതി, അതായത് ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു വരുമ്പോൾ നടക്കാനുള്ള, ജീവിതത്തിൽ നടക്കാനുള്ള അത്ഭുതങ്ങളൊക്കെ അതിൻ്റെ സമയത്ത് ഭംഗിയായി നടന്നോളൂ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. 8-ാമത്തെ കാര്യം, 105 സങ്കീർത്തനം 2-ാം വാക്യം. 105:2. അവന് പാടുവിൻ, അവന് കീർത്തനം പാടുവിൻ, അവന്റെ സകല അത്ഭുതങ്ങളെ കുറിച്ചും സംസാരിക്കും. 2 കാര്യം കൂടെ ചെയ്യാണ്ട് അവിടെ. സകല അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. എന്താ അത്ഭുതത്തെക്കുറിച്ച് വല്ലതും സംസാരിക്കാറുണ്ടോ? അടുത്ത കാലത്തെങ്ങാനും സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ അത്ഭുതത്തെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ലേ. നമ്മൾ പറയുന്നത് അവിടെ നടന്ന സംഭവം, ഇവിടെ നടന്ന സംഭവം ഒക്കെ പറയുന്നുണ്ട്. അവിടുത്തെ ദുരിതം, ഇവിടുത്തെ ക്ലേശം എല്ലാം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അത്ഭുതത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുക. എന്താ ഞാൻ പ്ലേറ്റ് മാറ്റി വെച്ചെന്ന് മനസ്സിലായോ? കുറച്ച് നാളായിട്ട് പ്ലേറ്റ് മാറ്റി വെച്ച് സംസാരിക്കുന്ന കാര്യം മനസ്സിലായോ? അത്ഭുതം നടക്കണമെങ്കിൽ സംസാരിച്ചേ പറ്റൂ. അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, പാട്ടും കൂടെ പാടണം എന്ന് പറയുന്നത്. പാട്ട് പാടുന്നത് അത്ഭുതം യേശുനാമം തന്നെ പാടണം എന്നാണ് പറയുന്നത്. അത്ഭുതത്തിൻ്റെ പാട്ടുകൾ പാടണം. അതുകൊണ്ടാണ് ഞാൻ പാടുമ്പോൾ തന്നെ പാടിയത്. ആദ്യ നൂറ്റാണ്ടിൽ എന്ന പോലെ അത്ഭുതം നടക്കണം എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടാൻ കാരണം എന്താ അറിയോ? ഇത് ബൈബിളിൻ്റെ വ്യവസ്ഥയാണ്. ഒന്നുകൂടെ ഉറക്കെ വായിച്ചാൽ നമുക്ക് ഒന്നുകൂടെ മനസ്സിലായി. അവന് പാടുവിൻ, അവന് കീർത്തനം പാടുവിൻ, അവന്റെ സകല അത്ഭുതങ്ങളെ കുറിച്ചും സംസാരിക്കണം. ഏതെങ്കിലും അത്ഭുതം എന്നല്ല.
കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ അത്ഭുതം ജീവിതത്തിൽ നടക്കും, ഇല്ലാതെ നടക്കില്ല. ഒരിക്കൽ എന്നോടൊരു കത്തുദാസൻ പറഞ്ഞു, ഒരു പ്രസംഗം തരാമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു പ്രസംഗം കൊണ്ടുവന്നു, ഒരു CD കൊണ്ടുവന്നു. അവിടെ പറഞ്ഞു, ഇതൊരു ദുരുപദേശകൻ്റെ പ്രസംഗമാണ്, പാസ്റ്റർ ഒന്ന് കേട്ടു നോക്ക്, ചിലപ്പോൾ പാസ്റ്റർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് എന്ത് ദുരുപദേശമായാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് ഞാനത് പ്ലേ ചെയ്ത് കേട്ടു. പക്ഷേ ഞാൻ അയാൾ പറയുന്നത് കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നോ അത് നിങ്ങളുടെ സഭയിൽ നടക്കും. എനിക്കതിൽ ദുരുപദേശമൊന്നും തോന്നിയില്ല കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറയാ, നിങ്ങളുടെ സഭയിൽ ദശാംശത്തെക്കുറിച്ചാണോ എന്ത് സംസാരിക്കുന്നത്, നിങ്ങളുടെ സഭയിൽ ദശാംശം വരും. നിങ്ങളുടെ സഭയിൽ അത്ഭുതത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, നിങ്ങളുടെ സഭയിൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും. നിങ്ങളുടെ സഭയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഞാനിതിനെ അത്ഭുതത്തോടെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ ഒരു വ്യവസ്ഥയുണ്ട്, എന്താ അറിയോ, മുട്ടുവിൻ എന്നാൽ തുറക്കപ്പെടും, മുട്ടുവിൻ, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ എന്താ അന്വേഷിക്കുന്നേ, നിങ്ങളുടെ സഭയിൽ നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? ശരിയാണോ? എനിക്ക് തോന്നി ഈ തിരുവചനം എനിക്ക് കേൾക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എനിക്ക് മനസ്സിലായി ഓരോ സമയത്തും സഭയെ ശുശ്രൂഷിക്കേണ്ടതിന് ഓരോ കാര്യങ്ങളുണ്ട്. ദൈവസഭയിൽ എന്ത് നടക്കണമെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ചിട്ട് അതുതന്നെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ ദൈവസഭയിൽ അത് നടക്കുമെന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കി. ഓ ഹല്ലേലൂയ, ഞാനത് പ്രാക്ടീസ് ചെയ്ത് നോക്കി. കറക്റ്റാ. ഓ ദൈവസഭയിൽ ചില കല്യാണങ്ങൾ നടക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് പറയാൻ തുടങ്ങി. ഓ നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ തുടങ്ങി. ചില അത്ഭുതങ്ങൾ ഒന്നിന് പറയും ഒന്നായി നടക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി, നാം എന്താണോ പറയുന്നത്, എന്താ നമ്മൾ അന്വേഷിക്കുന്നത്, അതേ കിട്ടുള്ളൂ, അതേ കണ്ടെത്തുള്ളൂ. നമ്മൾ എന്താ അന്വേഷിക്കുന്നത്? ഈ ദിവസങ്ങളിൽ, ഈ ആണ്ടിൽ മുഴുവൻ നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് അത്ഭുതങ്ങളെ കുറിച്ചാണ്. എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർ യോജിപ്പുണ്ട്? എന്നോട് ചേർന്ന് അവന് നാമത്തെ ഒന്ന് മഹിമപ്പെടുത്തി ഒന്ന് ഉയർത്തണം. എങ്ങനെ? അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ. സഭയിൽ സംസാരിക്കുന്നത് മുഴുവൻ അത്ഭുതങ്ങളെ കുറിച്ചാവട്ടെ. പാട്ടെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ. ഓ ഹല്ലേലൂയ, ദൈവിക അത്ഭുതങ്ങളെ കുറിച്ചുള്ള പാട്ടുകൾ എടുക്കാൻ ഒന്ന് ശ്രമിച്ചോ. ഒരു മാറ്റം നടക്കാൻ പോകുക. ഇതൊക്കെ ബൈബിളിന്റെ വ്യവസ്ഥയാണെങ്കിൽ ദൈവമക്കളെ നമുക്കിത് കണ്ടേ പറ്റൂ. നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പ് നമുക്ക് ചടങ്ങാരാധനകളൊന്നും വേണ്ട, ചടങ്ങ് ശുശ്രൂഷകളൊന്നും വേണ്ട. ഇന്ന് ദൈവത്തിന്റെ ഒരു ഇടപെടലിന്റെ ദിവസമാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദിവസമാണ്. ചില മാറ്റങ്ങൾ തരുവാനായിട്ട്, ചില ഉയർന്ന അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുക. അടിവാരത്ത് നടക്കുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ? അടിവാരത്ത് അത്ഭുതം നടക്കുന്നില്ല, പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കുന്നില്ല. ഹല്ലേലൂയ. അവിശ്വാസമുള്ളവരിൽ നിന്ന് പ്രാർത്ഥിക്കുക താഴെ. 9 പേരിൽ നിന്ന് തലകുലിക്കുന്നെന്ന് പ്രാർത്ഥിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. എന്നാൽ മഹത്വം മനസ്സിലാക്കിയവര് ഇറങ്ങി വന്നാൽ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ദൈവിക ഗ്ലോറി കണ്ടവരിറങ്ങി വന്നാൽ, ദൈവശബ്ദം കേട്ടവരിറങ്ങി വന്നാൽ ഇവിടെയുള്ള ഏത് പ്രതിസന്ധവും ഏത് ദുരാത്മാവും വിട്ടുപോകും. അന്ധകാര ശക്തികൾ വിട്ടുപോകും. ഇടയ്ക്കിടയ്ക്ക് തലമുറയെ കൊണ്ട് ഈ വെള്ളത്തിൽ ചാടിക്കുക, ഇടയ്ക്കിടയ്ക്ക് തലമുറയെ കൊണ്ട് തീ കൊണ്ട് ചാടിക്കുന്ന സകല ബന്ധനങ്ങളെ നിർത്തുവാൻ കഴിയുന്ന ദൈവശക്തിയുടെ വ്യാപാരം കിട്ടണമെങ്കിൽ പ്രാർത്ഥനയുടെ ഉയർന്ന മലയിൽ കയറാതെ പറ്റില്ലെന്ന്. ആ കയറി ഇറങ്ങി വന്ന പത്രോസ് മുടന്തനെ കണ്ടാലും പറയും, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എണീറ്റ് നടക്കെന്ന് പറഞ്ഞാൽ മുടന്തൻ തുള്ളിയും ചാടിയും ആലയത്തിലേക്ക് വരുമെന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അത്ഭുതം നടന്ന ആലയത്തിലേക്ക് ചിലർ കയറി വരും. എങ്ങനെ വരുന്നറിയോ? തുള്ളിയും ചാടിയും വരും. ആലയത്തിന് പുറത്തുള്ളവർക്ക് അത്ഭുതം നടക്കാൻ പോവുക. ഹല്ലേലൂയ. ഇതിനു വേണ്ടിയുള്ള കൃപയെ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. 9ാമത്തെ കാര്യം വായിക്കാം. യാക്കോബിന്റെ ലേഖനം 5:16. നമുക്ക് വരിയുള്ള വാക്യം 5:16. ജെയിംസ് ചാപ്റ്റർ 5:16. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് വായിച്ചോ. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. അത്ഭുതം നടക്കാനുള്ള 3ാമത്തെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ എന്താ പ്രാർത്ഥന എന്നറിയോ? അത്ഭുതം നടക്കണമെന്നൊന്നുമല്ല പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടല്ല അത്ഭുതം നടക്കുന്നതല്ലേ? അത്ഭുതം നടക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ട മാറ്റം വരുത്തി കഴിയുമ്പോൾ അത്ഭുതം നടക്കുന്നത്. മനസ്സിലായോ? പ്രാർത്ഥിക്കേണ്ട വാചകം വേറെ 3 കാര്യങ്ങളാണ്. പാവങ്ങളെ ഏറ്റുപറഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. സ്തോത്രം. ന്യായപ്രമാണത്തിൽ അത്ഭുതം കാണാൻ വേണ്ടി കണ്ണു തുറക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. വഴി ഗ്രഹിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈ 3 പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. എന്തിനു വേണ്ടിയുള്ളത് അറിയോ? ഈ അത്ഭുതം എന്താ നടക്കുന്നത് അറിയോ? ഈ പ്രാർത്ഥന നടക്കുന്ന അത്ഭുതം രോഗശാന്തിയാ. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവമക്കളെ വഴി തുറക്കലും
തടസ്സം മാറ്റലും മാത്രമൊന്നുമല്ല ദൈവത്തിൻ്റെ പദ്ധതിയിൽ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ രോഗശാന്തി ഉണ്ടെന്ന് വിശ്വസിക്കേ. രോഗശാന്തി ഇന്നുമുണ്ട്. രോഗശാന്തി ഇന്നുമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? രോഗശാന്തി ദൈവസഭയിലുണ്ട്. ദൈവസഭ ശ്രദ്ധയോടുകൂടെ ഇന്നുള്ള പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ രോഗശാന്തി വേണ്ടിവരെ ഒക്കെയും യഹോവ സൗഖ്യമാക്കി, യേശു സൗഖ്യമാക്കി എന്ന് വാക്യമുണ്ട്. അവർ അവനെ കൈക്കൊണ്ടു, രോഗശാന്തി വേണ്ടിവരെ ഒക്കെയും യേശു സൗഖ്യമാക്കി എന്നൊരു വാക്യമുണ്ട്. സുവിശേഷത്തിൽ കിടക്കുന്നുണ്ട്. റഫറൻസ് ഞാൻ വേണമെങ്കിൽ പിന്നെ പറഞ്ഞു തരാം. പുസ്തകത്തിൽ എഴുതി കിടക്കുന്നുണ്ട്. എങ്കിലും ഞാൻ പറയാം, രോഗശാന്തി വേണ്ടിയവരൊക്കെയും ദൈവമക്കളെ, ദൈവസഭയിൽ രോഗശാന്തി വേണ്ടിയവർക്കൊക്കെ ദൈവം സൗഖ്യം തരാൻ പോവുക. ഒന്ന് തമ്മിൽ പാവങ്ങളെ ഏറ്റുപറഞ്ഞെന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ തുടർന്ന് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് സ്വയം ഒന്ന് ഏറ്റുപറഞ്ഞെന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ ഞാൻ തമ്മിൽ പാവങ്ങളെ ഏറ്റുപറയാന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഉണ്ടോ കേട്ടോ. ഒരു വലിയ ആശയം കിടക്കണ്ട അതിൻ്റെ അകത്ത്. എനിക്ക് ബിനുസാറിനോട് എന്തെങ്കിലും ഒരു കയ്പ്. അന്ന് ബിനുസാർ എന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ല. എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ തിരിഞ്ഞൊരു പോക്ക് പോയി. അതെൻ്റെ മനസ്സിലിങ്ങനെ ഒരു കരടായിട്ട് കിടക്കുക. ശരിയാവില്ല പ്രാർത്ഥന. ബിനുസാറിനോട് പറയാ, ബിനുസാറിന് എന്നോട് വിഷമമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഒന്ന് കൈ കൊടുത്തിട്ട് നമുക്ക് ചിരിക്കാം, കുഴപ്പമൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ പ്രയാസം തോന്നി. യാഗപീഠത്തിലേക്ക് വരുന്ന സമയത്ത് യാഗം കഴിക്കുന്നതിന് മുമ്പ് നിനക്ക് വല്ലതും നിന്നോട് അവന് വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ നിൻ്റെ യാഗപീഠത്തിൽ വഴിപാടൊക്കെ ഇവിടെ വെച്ചിട്ട് നീ പോയി അവനോട് ആ പ്രാർത്ഥനയുടെ ഒരു ലൈനാണ് ഈ പറയുന്നത്. ഇങ്ങനെ മനസ്സിൽ കറയായി കിടക്കുന്നുണ്ട്. അവരെന്നാലും ഇങ്ങനെ പറഞ്ഞില്ലേ, എന്നെക്കുറിച്ച് എന്നാലും ഇങ്ങനെയല്ലേ പറഞ്ഞേ, ഇങ്ങനെയല്ലേ ചെയ്തെന്ന് പറഞ്ഞ് മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളില്ലേ ഏറ്റു പറഞ്ഞോളണം. കർത്താവ് ഞാനത് എടുക്കുന്നില്ല കർത്താവേ, അവരെ അറിവില്ലായ്മ പറഞ്ഞത് കർത്താവെ അവരോട് ക്ഷമിക്കണം കർത്താവെ, എൻ്റെ മനസ്സൊന്ന് മാറ്റി തരണമേ, ഒന്നും മറക്കാൻ കൃപ തരണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അതാട്ടോ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥന അതാ. ആരോടെങ്കിലും കയ്പായിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ അത് ഓർമ്മ വന്ന് പ്രാർത്ഥിച്ചോണം. ഇല്ലെങ്കിൽ നമുക്ക് വിടുതൽ കിട്ടില്ല. രോഗശാന്തി കിട്ടുന്നതിന് വരാമെന്ന് അറിയോ? ഈ പ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ എന്താ അറിയോ എന്താ സംഭവിക്കാൻ പോകുന്നത്? അസ്ഥികളിൽ ഞരക്കം. 32-ാം സങ്കീർത്തനം. ഞാൻ നിന്നോട് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ വറ്റിപ്പോയ മജ്ജയെ പോലെ. എന്ത് പറഞ്ഞാൽ മജ്ജ വറ്റിയാലത്തെ വേദന അറിയോ? ഓ സ്തോത്രം, ഗ്ലോറി. അതുപോലെയുള്ള വേദന. 32-ാം സങ്കീർത്തനം എടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് വാദ്യം ഒന്ന് വായിക്കാവോ? എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ. എന്താ കാരണം? ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞില്ല എന്റെ പാപത്തെക്കുറിച്ച്. അപ്പോൾ ദൈവം എന്റെ കുറ്റം എന്നോട് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചൊക്കെ കിട്ടി. പ്രാർത്ഥനയിൽ വിടുതൽ കിട്ടണോ? നമ്മൾ ഈ കറ കളഞ്ഞെന്ന് പ്രാർത്ഥിക്കണം. അതാ യാക്കോബ് പറഞ്ഞത്, വളരെ വലിക്കുന്ന പ്രാർത്ഥനയിലേക്കൊന്ന് വരണമെങ്കിൽ, ഇല്ലെങ്കിൽ എൻ്റെ നേരെ റിവേഴ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്താ റിവേഴ്സ് സംഭവിക്കുന്നത്? വേനൽക്കാലത്തിൽ ഉഷ്ണത്താൽ എന്ന പോലെ മജ്ജ പറ്റി അസ്ഥികൾക്ക് ഞരക്കവും വേദനയും, ആകവേദന. ദേഹത്തിൽ ഒട്ടും സൗഖ്യമില്ല. ഈ ഗതിയൊക്കെ ഒന്ന് മാറി രോഗശാന്തി വരേണ്ടതിന് ദൈവമക്കളെ പ്രാർത്ഥനയ്ക്കൊരു വ്യത്യാസം വരട്ടെ. ദൈവസഭയിലൊരു പ്രാർത്ഥന. ആർക്കും ആരോടും കറ വേണ്ട, ആർക്കും ആരോടും കയ്പ് വേണ്ട, ആർക്കും ആരോടും ഒരു വിളക്കം വേണ്ട. ഇതെല്ലാം ഏറ്റു പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായി ഈ ഉപവാസ പ്രാർത്ഥന മാറിയാൽ ജയം നമുക്കുണ്ട്. രോഗശാന്തി നമ്മിൽ വെളിപ്പെടും. ഹല്ലേലൂയ. വേഗത്തിൽ തിരുവചനം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുക. എല്ലാറ്റിൻ്റെ പിന്നിലുള്ള സത്യം പറഞ്ഞാൽ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം പറയാം. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 16:17 പറയുന്നത്. 17-18 മർക്കോസ് 16 അതിൻ്റെ 17-18 വാക്യം. വിശ്വസിക്കുന്നവരാൽ അത്ഭുതം നടക്കണമെങ്കിൽ സ്ട്രോങ് ഫെയ്ത്ത് വേണം. ആ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ 6 കാര്യം നടക്കുന്ന അവിടെ പറഞ്ഞിരിക്കുന്നത്. 1, അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. 2, ഭൂതങ്ങളെ എന്ന് പറഞ്ഞാൽ ഒരു ഭൂതത്തൊന്നുമല്ല, ബഹുവചന. മിനിമം 2 ഭൂതത്തെ ഓരോരുത്തരും പുറത്താക്കും. അയ്യോ ദൈവങ്ങളെ നടക്കുമോ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലത് വെളിപ്പെടുത്തി തരും കർത്താവ്. ഇനിയൊരു അന്യായ ബന്ധനമാണ്, ഈ ദുരാത്മ ശക്തിയാണ് ഇതിന് വ്യാപരിക്കുന്നത് വെളിപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ധൈര്യപ്പെട്ട് ശാസിച്ചോണം. വിട്ടുപോകുന്ന കാണാം. വിട്ടുപോകും. ഞാൻ വ്യക്തിപരമായി പറയുക, ഇത് സത്യമാ. ഭൂതങ്ങളെ പുറത്താക്കും. ഭൂതങ്ങൾ പോയതൊക്കെ പറയാനും പോയാൽ സമയം പോകും. അത് പറയേണ്ട കാര്യമില്ല. 3, പുതുഭാഷ സംസാരിക്കും.
ഹല്ലേലൂയ. നാവിലിങ്ങനെ ഭാഷ വന്നുകൊണ്ടിരിക്കുന്നത്, അന്യഭാഷയുടെ അനുഭവങ്ങൾ വരും. അതൊക്കെ വിശ്വാസത്താൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളാ. അയ്യോ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അന്യഭാഷയല്ല ഇപ്പോൾ പറയുന്നത്. ഭാഷ മാറി, പുതിയ ഭാഷ കിട്ടി. കാണാപാഠം പഠിച്ചതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാണാപാഠം പറയുന്നതല്ല ഈ അന്യഭാഷ. പുതിയ വാക്കുകൾ വന്നുകൊണ്ടിരിക്കുക. പുതുഭാഷ കിട്ടുന്നത് എങ്ങനെയാ അറിയോ? വിശ്വസിക്കുന്നവരാൽ. വിശ്വസിക്കണം. ഇന്നും അന്യഭാഷ നിന്ന് പോയിട്ടില്ല എന്ന് വിശ്വസിക്കാതെ കിട്ടില്ല. വിശ്വസിക്കണം. അടുത്തത്, നാഗശക്തികളൊക്കെ പിടിച്ചെടുക്കും. സർപ്പങ്ങളെ, ചില നാഗശക്തികളുണ്ടെന്നേ. ചില നാഗശക്തികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചില എന്തെന്ന് പറയുക, വെച്ചുപൂജയുടെയൊക്കെ സേവകളും മറ്റുമൊക്കെ ആയിട്ട് കുറേ ശക്തികളുണ്ട്. ഇത് നിന്നെ പിടിക്കുകയല്ല, നീ അതിനെ പിടിച്ചൊതുക്കും, നീ അതിനെ ഞെരിച്ചു മാറ്റും. അല്ലെങ്കിൽ അടുത്തത്, മരണകരമായ ഹാനിയെല്ലാം ദൈവം മാറ്റിത്തരും. അഞ്ചാമത്തെ പറയാം, മരണകരമായത് നീ കുടിച്ചാലും ഹാനി വരില്ല എന്ന് പറഞ്ഞാൽ മരണകരമായ ഹാനിയെ, അതിൻ്റെ വിപത്തുകളെ ദൈവം മാറ്റിത്തരും. മരണകരമായ ഏതെങ്കിലും വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിത്തരും. ആറാമത്തെ കാര്യം പറയാണ്, സൗഖ്യം വരും. നിങ്ങൾ ആരുടെയും മേൽ കൈവച്ചാൽ, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. 6 കാര്യം പറഞ്ഞു. ഇനി ഒരൊറ്റ വാക്യം കൂടെ വായിച്ചാൽ ഞാൻ നിർത്തുക. ഒറ്റ വാക്യം കൂടെ വായിക്കാൻ പോവുക. അത് നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് എടുത്ത് വായിച്ചോ. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ന്യായാധിപന്മാർ 13-19. ജഡ്ജസ് ചാപ്റ്റർ 13 വേഴ്സ് 19. അങ്ങനെ മനോഹ ഒരു കോലാട്ടിൻകുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. മനോഹയും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കെ അവൻ ഒരു അതിശയം പ്രവർത്തിച്ചു. മനോഹയും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കെ അവൻ ഒരു അതിശയം പ്രവർത്തിച്ചു. ഒരു വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞാട്ടെ. കുടുംബങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ എൻ്റെ ദൈവം അതിശയം പ്രവർത്തിക്കും. കുടുംബം ഒന്നാകെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളുടെ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണോ? തലമുറയെ കുറിച്ചുള്ള നിങ്ങളുടെ ഭാരമാണോ? ഓ ഹല്ലേലൂയ. വിഷയം എന്താണെങ്കിലും എൻ്റെ ദൈവം പറയുക, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ചലിക്കട്ടെ. അത്ഭുതം സ്തുതിച്ചാരാധിച്ചാട്ടെ. അത്ഭുതങ്ങളെ ധ്യാനിച്ചുകൊണ്ടെന്ന് ആരാധിച്ച് ബലപ്പെട്ടാട്ടെ. യാഗം എന്ന് അർപ്പിച്ച് ഈ പാറപ്പുറത്ത്, ഹല്ലേലൂയ, ഈ പാറപ്പുറത്ത് ക്രിസ്തുവാകുന്ന പാറയുടെ ശക്തിയിൽ, ഓ ഗ്ലോറി 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 ഗ്ലോറി, ഒന്ന് ആരാധിച്ച് ബലപ്പെട്ടാട്ടെ. യാഗം നടക്കട്ടെ. തീയിറങ്ങുന്ന യാഗമായി മാറട്ടെ. ഓ ഹല്ലേലൂയ. യാഗം കഴിയുമ്പോൾ നിങ്ങൾ നോക്കി നിൽക്കുന്ന വിഷയത്തിൽ എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുക. ഓ കുടുംബം നോക്കി നിൽക്കുന്ന വിഷയത്തിൽ തലമുറയ്ക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പോകുക. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ നടക്കും. നിന്നോളം സ്നേഹിപ്പാനായാരുമില്ലേ